ദൈവത്തിന് സ്തോത്രം. प्रभु को महिमा मिले। കർത്താവ് നല്ല ഒരു പ്രഭാതം കൂടെ നമുക്ക് തന്നു. प्रभु ने हमें और एक सुंदर दिन हमें दिया। കർത്താവിൻ്റെ വരവിനെ പ്രത്യാശ ജീവിപ്പാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കട്ടെ. प्रभु के आगमन की आशा में रहने के लिए प्रभु आज भी हमें सहायता करे। ഇന്ന് അല്പസമയം ആത്മനിറവിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. आज थोड़ी समय आत्मा का भरपूरी उसका बारे में चिंतन करना चाहता है। നമ്മൾ ജഡത്തിൽ ആണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. अभी हम शरीर में रहता है ഈ ജഡം പാപമയമാണ്. और ये शरीर में पूरा पाप से भरा हुआ एक अवस्था है। എന്നാൽ കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യജീവൻ നയിച്ചപ്പോൾ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ ജീവിച്ചവനാണ്. परंतु हम प्रभु यीशु मसीह के बारे में जब देखता है कि प्रभु यीशु मसीह आत्मा में जन्म लिया और आत्मा में जीवन बिताया। അവനിൽ പാപമില്ല. प्रभु यीशु मसीह में पाप नहीं था। അപ്പോൾ പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ അധിവാസം യേശുക്രിസ്തുവിന് എത്രമാത്രം അത്യാവശ്യമായിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുമ്പോൾ ഈ ആവശ്യബോധം നമ്മളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. इस रीति में जन्मा हुआ जीवन बिताया हुआ प्रभु यीशु मसीह को पवित्र आत्मा का परिपूर्णता कितना जरूरी था, ये बात हमारे जीवन के लिए एक बड़ा चेतावनी है। അപ്പം നമ്മൾക്ക് ആത്മനിറവ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശിരസായിരിക്കുന്നവൻ എങ്ങനെ ആത്മാവിൽ നിറഞ്ഞിരുന്നു, ആത്മാവിൽ നടന്നു എന്നാണ് ആദ്യം നമ്മൾ കാണുന്നത്. തലയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. क्योंकि अगर आत्मा का परिपूर्णता चाहिए तो मंडली का सिर यीशु मसीह है। उस यीशु मसीह कैसे आत्मा की परिपूर्णता में जीवन बिताया और वो यीशु मसीह को या सिर को थामा रहना, ये हमारा कर्तव्य है। ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെയാണ് സഭയ്ക്കും. प्रभु यीशु मसीह में पवित्र आत्मा कैसे कैसे कार्य किया वैसे ही मंडली के लिए भी है। എന്നാൽ അതിനേക്കാൾ അധികമാണ്. കാരണം നമ്മൾക്ക് ജഡസ്വഭാവമുണ്ട്, പാപ സ്വഭാവമുണ്ട്, ക്രിസ്തുവിന് ഇല്ലായിരുന്നു. परंतु प्रभु के साथ जो था उससे बढ़ करके मंडली के लिए है, क्योंकि प्रभु यीशु मसीह में पाप नहीं था परंतु हमें पाप का स्वभाव है। നമുക്ക് എസെക്കിയേൽ പ്രവചനം 23 അധ്യായത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. एजेकियेल नबी की किताब उसका 23 अध्याय में हमें एक वचन पढ़ता है। അതിന്റെ 16 വാക്യം, उसका 16 वचन, ഇസ്രായേൽ മക്കൾ അസൂരിന്റെയും അടുത്തുള്ള ദേശങ്ങളെയും കണ്ടാൽ ഉടനെ അങ്ങ് മോഹിക്കുന്നു എന്നൊരു വാക്യമുണ്ട് അവിടെ. इसराइल के लोग अशूर के लोगों को देखने से उनसे मोह करता है करके ऐसा एक शब्द वहां पढ़ेंगे। तब उनको देखते ही वो उन पर मोहित हुई। ഇതാണ് മനുഷ്യ സ്വഭാവം. उनको देखते ही उन पर मोहित हुआ, ये है मनुष्य का स्वभाव। കർത്താവിന് അങ്ങനെയില്ല. परंतु प्रभु को ऐसे नहीं है। കർത്താവിനെ പല മുഴലിൽ കൊണ്ടുപോയി ഈ ലോകത്തിന് മുഴുവൻ മഹത്വം കാണിച്ചിട്ടും കർത്താവ് ആകർഷിക്കപ്പെട്ടില്ല. जब प्रभु यीशु मसीह को उस पहाड़ के ऊपर लेकर गया और सारे शहर को दिखाया, लेकिन प्रभु इसमें आकर्षित नहीं हुआ। എസെക്കിയേൽ സമയത്ത് ദേവാലയത്തിൽ ഒരു അതിവിചിത്രമായ ഒരു സംഭവം നടന്നതായിട്ട് എസെക്കിയേൽ 8 അധ്യായം അതിന്റെ 5 വാക്യത്തിലുണ്ട്. एजेकियेल 8वां अध्याय में प्रभु के मंदिर में एक प्रभु ना चाहने वाला एक ऐसा बात होते हुए हमारा एक संभव वहाँ पर 8 अध्याय में हम देखता है। അവിടെ യാഗപീഠം ഇരിക്കേണ്ട സ്ഥലത്ത് യാഗപീഠത്തോട് ചേർത്ത് ദൈവികമല്ലാത്തൊരു ബിംബം വെച്ചിരിക്കുന്നു. അത് വേണമെങ്കിൽ വായിക്കാം. वहाँ पर वेदी के पास में जो नहीं होना चाहिए ऐसे कुछ बातों को हम देखता है। एजेकियेल की किताब 8 अध्याय का 5 वचन, 8 का 5। हे मनुष्य के संतान, अपनी आंखें उत्तर की ओर उठाकर देख। मैंने अपनी आंखें उत्तर की ओर उठाकर देखा कि वेदी के फाटक के उत्तर की ओर उसके प्रवेश स्थान ही में वह डाह उपजाने वाली प्रतिमा है। നോക്കുക, ഒരിക്കലും ദേവാലയത്തിൽ പാടില്ലാത്ത അതിവിശുദ്ധമായ സ്ഥലത്ത് തീഷ്ണത ജനിപ്പിക്കുന്ന ഒരു ബിംബം ദേവാലയത്തിൽ ആ യാഗപീഠത്തോട് അടുത്തിരിക്കുന്നു. यहाँ पर कभी भी नहीं होना चाहिए ऐसे एक बात उस वेदी के पास में वहाँ पर देखता है। ഈ എല്ലാ വിശ്വാസികൾക്കും ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്ന ഈ ബിംബമുണ്ട്. हर एक विश्वासियों के जीवन में मानव शरीर की अभिलाषा, आंखों की अभिलाषा, जीविका का घमंड, इसी प्रकार का मूर्तियाँ हैं। നാം യേശുവിനെ പോലെയല്ല, വളരെ ബലഹീനരാണ്. യേശു ക്രിസ്തു ഇങ്ങനെയുള്ള ഒരു വിധത്തിലും സ്വാധീനിക്കപ്പെടാത്ത വ്യക്തിയാണ്. हम प्रभु यीशु मसीह के जैसा नहीं। प्रभु यीशु मसीह कभी भी मतलब पाप से कॉम्प्रोमाइज नहीं करता, ऐसा एक व्यक्ति प्रभु यीशु मसीह। അപ്പം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെതിരെ നമ്മളിലുള്ള ദൈവികമായ പ്രമാണമാണ് ആത്മാവിന്റെ പ്രമാണം. तो इसी प्रकार शरीर की अभिलाषा, आंखों की अभिलाषा, जीविका का घमंड, इसके खिलाफ में हमारे जीवन में एक व्यवस्था है, वो है आत्मा का व्यवस्था.
ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. तो मसीह यीशु में जो आत्मा की व्यवस्था हमें पाप की व्यवस्था से हमें आजाद किया. അപ്പോൾ എന്തെങ്കിലും കണ്ടാൽ ഉടനെ മോഹിക്കാതെ വേണം നമ്മളിൽ ദൈവീയ കാര്യങ്ങൾ ആശ ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം അത്യാവശ്യമാണ് ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ നമ്മുടെ സഭാ ജീവിതത്തിൽ. हम जो भी बात को देखता है तुरंत उसमें आशा ना करते हुए उस पर विजय प्राप्त करके जीवन बिताने के लिए आत्मा की व्यवस्था में चलना इस दुनिया की जीवन में हमारे लिए बहुत जरूरी बात है. എന്നാൽ ആദ്യമായിട്ട് നമുക്ക് ആത്മാവിന്റെ നിറവ് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ആത്മാവ് വ്യാപരിച്ചത് എന്നും ആത്മാവിന്റെ ഫുൾനെസ് ക്രിസ്തുവിൽ നാം കാണുമ്പോഴാണ് നമ്മളിലേക്ക് ശിരസിൽ നിന്നും ശരീരത്തിലേക്ക് ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുന്നത്. इस जीवन में हमें ये जानना है कि प्रभु यीशु मसीह में आत्मा की परिपूर्णता की अवस्था कैसे कैसे कब कब होते थे और वो बात को जान करके उसी अनुभव में जब आगे बढ़ेगा तभी हमारे भी जीवन में उस परिपूर्णता का अनुभव हमें मिलेगा. നമുക്ക് കർത്താവ് ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പറയുന്നത് അത് നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും ആകയാൽ ജനിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. जब गब्रियल दूध मरियम के पास आया और मरियम से कहा जब पवित्र आत्मा तुम पर छाया करेगा और तुम्हें एक पुत्र जनेगा वो परमेश्वर का पवित्र जन कहलाएगा. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. हम देखते हैं कि प्रभु यीशु मसीह का जन्म पवित्र आत्मा से हुआ. നമ്മൾ ജഡത്തിൽ ജനിച്ചവരാണ്. हम लोग शरीर में जन्मा. ആകയാൽ ക്രിസ്തു ആത്മാവിൽ ജനിച്ച് തുടർന്ന് അവന്റെ ജീവിതം അവന്റെ പ്രവർത്തനങ്ങള് അവന്റെ മരണ അടക്ക പുനരുദ്ധാനം ഇതെല്ലാം ആത്മാവിലായിരുന്നു. प्रभु यीशु मसीह के जन्म से लेकर के प्रभु का जीवन उसका मृत्यु और उसका पुनरुत्थान ये सब प्रभु के आत्मा में थे. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഴു ജീവിതത്തെ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് കാണുവാൻ സഹായിക്കുമ്പോൾ അവനിൽ വ്യാപരിച്ച ആത്മാവ് സഭയിലേക്ക് വ്യാപരിക്കുകയാണ്. जब प्रभु यीशु मसीह के जीवन में परिपूर्ण रीति में पवित्र आत्मा के अधीन में होकर के जीवन बिताया वही जीवन को जब हम देखते हैं मंडली के लोग वही जीवन का व्यवहार या आत्मा का व्यवहार हमारे जीवन में आ जाता है. ആത്മാവ് നമ്മളിലേക്ക് വരുന്നത് ശിരസിൽ നിന്നാണ്. क्योंकि आत्मा जब हमारे जीवन में जब आता है सिर से है. പണ്ട് ലോകത്തിൽ നിന്ന് ഒരു ആത്മാവിനാൽ നടത്തപ്പെട്ടവരായിരുന്നു നമ്മൾ. एक समय में हम लोग भी दुनिया के आत्मा का अधीन होकर के चलाए जाते थे. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. एफेसियों का पत्री 2 अध्याय में हम वो बात को पढ़ते हैं. ആകാശത്തിന്റെ ശക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. हम एफेसियों 2 अध्याय का 2-3 वचन में हम देखते हैं कि उस आकाश की उस अधिकार के नीचे उस आज्ञा ना मानने वाला आत्मा का अधीन होकर के हम चलते थे. അപ്പൊ ദൈവത്തെ അനുസരിക്കാത്തവരിൽ ഇപ്പോഴും ആ ദുഷ്ടാത്മാവിന്റെ വ്യാപാരമുണ്ട്. अभी भी जो प्रभु को नहीं मानते उन लोगों में आज्ञा ना मानने वाला आत्मा का प्रभाव है. എന്നാൽ ആത്മാവിൽ ജനിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു ആത്മാവിൽ നടന്നു. അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. जब आत्मा में जन्मा हुआ प्रभु यीशु मसीह हमेशा आत्मा में बढ़ करके आत्मा के द्वारा चलाए जाते थे. जब लूका का समाचार 4 अध्याय उसकी पहला वचन. यीशु पवित्र आत्मा से भरा हुआ यरदन से लौटा और 40 दिन तक आत्मा के सिखाने से जंगल में फिरता रहा. ഓ പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരാൽ നയിക്കപ്പെട്ടു? प्रभु यीशु मसीह इसके द्वारा चलाया गया ആത്മാവിനാൽ. पवित्र आत्मा के द्वारा. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ എത്രമാത്രം ആവശ്യമുള്ള ഒരു കാര്യമാണ്. हमारा भी जीवन में ऐसा है तो आत्मा के द्वारा चलाया जाना हमारे लिए कितना जरूरतमंद बात है. നാം കർത്താവ് ഏതെല്ലാം നിലയിലാണ് ആത്മാവിൽ നയിക്കപ്പെട്ടത് എന്ന് എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല. हम लोग प्रभु यीशु मसीह कैसा कैसा आत्मा में चला करके और सारे बातों को अब नहीं देख रहा है. നാം തിരുവചനം വായിക്കുമ്പോൾ ആത്മാവ് നമ്മളെ അത് പഠിപ്പിക്കും. परंतु जब हम वचन को पढ़ेंगे तब आत्मा हमको बातों को भी सिखाएगी. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയാണ്. कुछ बातों को हम उनमें से देखना चाहेंगे. കർത്താവ് ആത്മാവിൽ ജനിച്ചു. प्रभु यीशु मसीह आत्मा में जन्म लिया അവൻ ആത്മാവിൽ നടന്നു. और आत्मा में चला. കർത്താവിന്റെ ശുശ്രൂഷ പ്രത്യേകിച്ച് അവനെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവൻ ആത്മാവിലാണ് സുവിശേഷം പ്രസംഗിച്ചത്. और जब वो सुसमाचार सुनाते थे तो आत्मा में उन वचनों को सुनाते थे. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12:49 എങ്ങനെയാണ് വായിക്കുന്നത്? जब हम യോഹന്നാൻ का सुसमाचार 12 अध्याय उसके 49 वचन में हम क्या पढ़ते हैं? योहन्ना उसका 12 अध्याय का 49. क्योंकि मैंने अपनी ओर से बातें नहीं की परंतु पिता जिसने मुझे भेजा है उसी ने मुझे आज्ञा दी है कि क्या क्या कहूँ और क्या क्या बोलूँ. എന്ത് പറയണം
എന്ത് സംസാരിക്കണം എന്നുള്ളത് ദൈവം പിതാവായ ദൈവം തന്റെ ആത്മാവിൽ കർത്താവിന് അപ്പോൾ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. मतलब प्रभु यीशु मसीह जब दुनिया में थे उस समय में क्या क्या बोलना है, क्या क्या प्रचार करना है, वो सारे बात पिता आत्मा के द्वारा पुत्र को प्रकट करते रहा. അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം 1 വാക്യത്തിലുണ്ട്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. ये प्रभु यीशु मसीह के बारे में भविष्यवक्ता यशायाह के द्वारा यशायाह 61 का पहला वचन में जो कि कंगालों को सुसमाचार सुनाने के लिए प्रभु ने मुझे अभिषेक किया, वो वचन के अनुसार. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം പറഞ്ഞത് പരിശുദ്ധാത്മാവിലാണ്. जब हमारे प्रभु यीशु मसीह ने सुसमाचार सुनाया वो पवित्र आत्मा के द्वारा सुनाया, അവൻ ചിന്തിച്ചത് ആത്മാവിലാണ്. और उन्होंने जो भी सोचा वो आत्मा में सोचा. തന്നെയല്ല, പിന്നെ നമ്മൾ താപ്പോട്ട് വരുമ്പോൾ और हम नीचे जब आता है കർത്താവായ യേശു ക്രിസ്തു, ഇവിടെ നമ്മൾ കർത്താവ് മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. यहाँ पर हम जो भी मनुष्य के रीति में सोचते हैं, അനുസരണക്കേടിനാൽ മനുഷ്യജാതി മുഴുവനും ആദാം വർഗം മുഴുവൻ നശിച്ചു പോയപ്പോൾ ഒരു പുതിയ മനുഷ്യവർഗത്തെ കൊണ്ടുവരേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു ശിരസ്സായി ആദ്യം ഈ ഭൂമിയിൽ ആത്മാവിൽ ജനിച്ച് നടന്ന ആ മനുഷ്യനായ യേശുവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. जब आज्ञा मान करके प्रभु में जीवन बिताने के लिए जो आज्ञा ना मानने वाले लोगों के बीच में आज्ञा मान करके प्रभु का महिमा करने के लिए जैसा प्रभु यीशु मसीह में आत्मा अगुवाई किया, वैसा प्रभु में बैठा रह करके आत्मा का अगुवाई ले करके जीवन बिताने के लिए प्रभु ने आगे किया. उसके बारे में हम अभी सोचते जा रहे हैं. ആദാം എവിടെ നഷ്ടപ്പെട്ടു? ആദാം ആത്മാവിനെ അനുസരിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ നടന്നപ്പോൾ എങ്ങനെ ദൈവത്തെ അനുസരിക്കണമെന്നും ആത്മാവിന് കീഴ്പ്പെടണമെന്നും മനുഷ്യ ജീവിതത്തിലൂടെ യേശു കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. जब पहला आदम जब परमेश्वर की आज्ञा ना मान करके प्रभु को ना मान कर जीवन बिताया, उसके बदले में हम प्रभु को कैसा मान करके जीवन बिताना है, वो बात का आखिरी आदम प्रभु यीशु मसीह हमें वो बात को बताता है. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. प्रभु यीशु मसीह ने बड़े बड़े अद्भुत या चमत्कार किया. താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. कई बार लोग सोचता है कि मतलब यीशु मसीह अपना ईश्वरत्व को प्रकट करने के लिए ऐसे चमत्कार किया करके सोचते हैं. ദൈവത്തിന് താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ അത്ഭുതത്തിന് വല്ല ആവശ്യമുണ്ടോ? प्रभु को मैं प्रभु करके दिखाने के लिए प्रभु को ऐसा कोई चमत्कार करने की जरूरत है क्या? ദൈവത്തിന് അത്ഭുതം എന്നൊരു കാര്യമില്ല. प्रभु को अद्भुत बात करके या चमत्कार बोल करके एक बात प्रभु को है ही नहीं. എന്നാൽ ഇവിടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. परंतु यीशु मसीह जब दुनिया में था वहां पर ऐसा बहुत से चिन्ह चमत्कार किया करके हम देखते हैं. നമുക്ക് മത്തായി സുവിശേഷം 12:21 വായിക്കാം. जब मत्ती के सुसमाचार 12 अध्याय का 28 वचन हम पढ़ता है, मत्ती 12 का 28. पर यदि मैं परमेश्वर के आत्मा की सहायता से दुष्ट आत्माओं को निकालता हूँ तो परमेश्वर का राज्य तुम्हारे पास ഓക്കെ, आ पहुंचा. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എങ്ങനെയാണ് ഭൂതകളെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയത്? प्रभु यीशु मसीह ने दुष्ट आत्माओं को कैसा निकाला? അവൻ തന്നെ പറയുകയാണ്, प्रभु यीशु मसीह स्वयं कहता है, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ. അപ്പൊ ആത്മാവ് കർത്താവിനെ സഹായിക്കുകയാണ്. मतलब मैं प्रभु की आत्मा के द्वारा मैंने दुष्ट आत्माओं को निकाला. आत्मा प्रभु को मदद करता है. കർത്താവ് ആ ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം ആത്മാവിലാണ്. प्रभु यीशु मसीह ने जो भी चमत्कार किया वो सब आत्मा में किया. അപ്പോൾ കർത്താവിൽ പരിശുദ്ധാത്മാവ് അധിവസിച്ചുകൊണ്ട് അവൻ ജനിച്ചത്, നടന്നത്, സംസാരിച്ചത്, പ്രസംഗിച്ചത്, അവൻ ചെയ്ത അത്ഭുതങ്ങൾ ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവിലാണ്. प्रभु यीशु मसीह में पवित्र आत्मा रहते हुए प्रभु यीशु मसीह जो भी किया, जो चला बोला कुछ भी किया वो सब पवित्र आत्मा में किया. ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 21 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ जब लूका का सुसमाचार 10 अध्याय का 21 वचन में हम पढ़ता है, लूका 10 अध्याय उसका 21 वचन. उसी घड़ी वह पवित्र आत्मा में होकर आनंद से भर गए. പ്രൈസ് ദി ലോർഡ്. നോക്ക്, കർത്താവ് സന്തോഷിച്ചത് എങ്ങനെയാണ്? जब इन बातों को बाद में प्रभु यीशु मसीह आत्मा में आनंदित हुआ. ആത്മാവിൽ ആനന്ദിച്ചു. वो आत्मा में आनंदित हुआ. അവനൊന്നിൽ ആനന്ദിക്കണമെങ്കിൽ ആത്മാവ് വേണമായിരുന്നു. इसका मतलब हमें जो सच्चा आनंद है वो आत्मा चाहिए. ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പൂർണ്ണ രീതിയിൽ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുത്ത ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. हमें एक मतलब आत्मा को शोकित ना करते हुए जीवन बिताया हुआ एकमात्र व्यक्ति प्रभु यीशु मसीह है. നമ്മൾ പഴയ നിയമത്തിൽ വലിയ വലിയ പ്രവാചകന്മാരുണ്ട്. हम पुराने नियम में बड़े बड़े भविष्यवक्ताओं को देखता है. മോശ വലിയൊരു പ്രവാചകനാണ്. मूसा एक बड़ा भविष्यवक्ता था. ദാവീദുണ്ട്, दावीद है, യെരമ്യാ യെശയ്യാവുണ്ട്, यिर्मयाह है, एशिया है, ഏലിയാവ് ഏലീശയുണ്ട്. एलिया है, एलीशा है. ഇവരിലൊക്കെ ആത്മപ്രവർത്തനം ഉണ്ടായിരുന്നു. इन लोगों में आत्मा का कार्य था. എന്നാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ ബലഹീനതകളും പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ അവർക്കുണ്ട്. കുറ്റങ്ങളും കുറവുകളും അതിലുണ്ടായിരുന്നു. परंतु उन लोगों के जीवन को हम जब देखते हैं तो उनमें कई प्रकार का बलहीनता था. पवित्र आत्मा को बहुत सीमित करते थे. ऐसा बहुत से कमियां घटियां था. ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നമ്മളെ പോലെ
സമസ്വഭാവമുള്ള വളരെ ബലഹീനനായിരുന്നു. एलिया के बारे में हम पढ़ता है कि वो हमारे समान एक समभागी मनुष्य था. അവരിലൊക്കെയും പരിശുദ്ധാത്മാവിന് അസഹ്യമായ രീതിയിൽ തോന്നുന്ന ചില പ്രകൃതികൾ ആത്മാവ് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. उनका जीवन में भी आत्मा नहीं चाहने वाला ऐसा कई स्वभाव हमारा हमें दिखता है. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ മാത്രമാണ് പരിശുദ്ധാത്മ ഒരിക്കലും ദുഃഖിക്കാതിരുന്നത്. परंतु हम प्रभु यीशु मसीह के जीवन में हम देखता है और वहाँ उसके जीवन में कभी भी आत्मा शोकित नहीं हुआ. നമ്മുടെ മനുഷ്യവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് അതിനെക്കാര്യം സംസാരിക്കാനുണ്ട്. जब हम एक मनुष्य की तरफ से जब देखेगा तो उसके बारे में हमें बोलने के लिए बहुत बातें हैं. അപ്പൊ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു. इसका मतलब यहाँ पर हम देखते हैं कि प्रभु यीशु मसीह आत्मा में आनंदित हुआ. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 2:40 നമ്മൾ വായിക്കുന്നു. जब लूका का सुसमाचार दूसरा अध्याय का 40 वचन में, लूका दूसरा अध्याय उसकी 40 वचन में हम देखता है वह बालक बढ़ता और बलवंत होता और बुद्धि से परिपूर्ण होता ഓക്കെ, गया. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ये हमारे प्रभु यीशु मसीह के बारे में लिखा है. പൈതൽ വളർന്നു, वो बच्चा बढ़ता गया, അവൻ ജ്ഞാനം നിറഞ്ഞു, वो ज्ञान से बढ़ते गया അവൻ ആത്മാവിൽ ബലപ്പെട്ടു. और आत्मा में सामर्थ पाते गया. കർത്താവ് എങ്ങനെയാണ് ബലപ്പെട്ടത്? प्रभु कैसे बल पाया? ആത്മാവിൽ അവൻ ബലപ്പെട്ടുണ്ട് ഓരോ ദിവസവും. आत्मा में बल पाते गया, हर रोज आत्मा में बल पाते गया. പിന്നെ കർത്താവിന്റെ ജീവിതം എല്ലാം ഒരുപാട് വിഷയങ്ങൾ ഇതിനിടയ്ക്കുണ്ട്. इसका बीच में बहुत से बात आया. നമ്മൾ എങ്ങനെ സഭയിൽ എങ്ങനെയാണ് ആത്മാവ് നിറവ് ഉണ്ടാകുന്നത് എന്ന വിഷയം ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ ആമുഖമായി ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. मंडली जीवन में हम आत्मा में बढ़ करके कैसे जीवन बिता सकेंगे, उसके लिए ये सारे बात शुरुआत में आपको बताया. നമ്മുടെ സഭയുടെ ശിരസായ തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാത്തിടത്തോളം ആത്മാവുമായി സഭയ്ക്ക് ഒരു ബന്ധവുമില്ല. जो मंडली का सिर प्रभु यीशु मसीह को जब तक थामा नहीं रहेगा तब तक मंडली जीवन में मंडली की उन्नति का कोई बात नहीं होता. ഇനിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 9:14. जब हमारे उद्धार के लिए प्रभु यीशु मसीह कालवरी सूली पर हमारे लिए मृत्यु सका, उसके बारे में हम पढ़ेंगे इब्रानियों का पत्री 9 अध्याय का 14 वचन. इब्रानियों 9 का 14. तो मसीह का लहू जिसने अपने आप को सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाया. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. यहाँ पर यीशु मसीह की मृत्यु के बारे में कहता है कि प्रभु सनातन आत्मा के द्वारा प्रभु को अपने आप को अर्पण किया. അവൻ തനിയെ അർപ്പിക്കായിരുന്നില്ല. वो स्वयं अर्पण नहीं किया, परंतु पवित्र आत्मा के द्वारा, आनंद सनातन आत्मा के द्वारा. അവൻ നിത്യാത്മാവിനാൽ അവനെ തന്നെ സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, രക്തച്ചൊരിച്ചിലിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അവൻ ദൈവത്തിന് തന്നെത്താൻ അർപ്പിക്കുകയായിരുന്നു. सनातन आत्मा के द्वारा प्रभु यीशु मसीह ने अपने आप को पिता को समर्पण किया. അങ്ങനെ കർത്താവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം इस रीति में जब मृत्यु के लिए प्रभु सौंपने के बाद ഈ കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. इस प्रभु यीशु मसीह को मृत्यु से जिलाया वो भी पवित्र आत्मा है. നമ്മൾ റോമലേഖനം 8:11 നമ്മൾ വായിക്കുന്നു. जब रोमियो का पत्री 8 अध्याय का 11 वचन में हम पढ़ता है, रोमियो 8 अध्याय उसका 11 वचन. उसी का आत्मा जिसने यीशु को मरे हुए में से जिलाया. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. प्रभु यीशु मसीह को मृतकों से जिलाया पवित्र आत्मा ने. ഇനി കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് രാജ്യം ഭരിക്കാനായിട്ട് ഇവിടെ നീതിയുടെ രാജാവായിട്ട് വരും. अभी हमें मालूम है आगे जब प्रभु यीशु मसीह 1000 साल राज करने के लिए, एक धार्मिकता का राज करने के लिए इस दुनिया में आएगा. യശയ്യാവിന്റെ പുസ്തകം 11 അധ്യായം 1-2 ഒരു രാജാവ് നീതിയോടെ വാഴുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതെല്ലാം നിലയിലാണ് പരിശുദ്ധാത്മാവ് അവനിൽ വ്യാപരിക്കുന്നത് എന്ന് അവിടെ ഉണ്ട്. यशायाह नबी की किताब 11 अध्याय का 1-2 वचन में, यशायाह 11 अध्याय का 1-2 वचन में जब प्रभु यीशु मसीह 1000 साल राज करने के लिए जब दुनिया में आएंगे वो कैसे कैसे राज करेगा उसका बारे में वहां पर लिखा है. तब यीशु के झूठ में से एक डाली फूट निकलेगी और उसकी जड़ में से एक शाखा निकलकर फलवंत होगी. यहोवा का आत्मा बुद्धि और समझ. नहीं कौन सा वचन पढ़ा? 11 का 1-2. ओके യഹോവയുടെ ആത്മാവ്. ओके. यहोवा का आत्मा बुद्धि और समझ का आत्मा, युक्ति और पराक्रम का आत्मा और ज्ञान और यहोवा के भय का आत्मा उस पर ठहरा रहेगा. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കുക, കർത്താവ് വീണ്ടും വരുമ്പോഴും അവൻ ആത്മാവിലായിരിക്കും. इसका मतलब प्रभु जब दोबारा आएंगे उस समय में भी वो उसमें उस आत्मा काम करेगी. മനുഷ്യൻ എന്ന നിലയിലുള്ള കർത്താവിന്റെ എല്ലാ റോളും ആത്മാവിലാണ്. जब मनुष्य बन करके प्रभु का जो भी कार्य है वो सब आत्मा के अधीन है, आत्मा के द्वारा है. കർത്താവ് മനുഷ്യന്റെ രീതിയിൽ നിവർത്തിക്കേണ്ട 3 കൂട്ടം കാര്യങ്ങളാണ്. जब प्रभु यीशु मसीह मनुष्य होकर के निभाने वाला 3 प्रकार की बातें हैं. അവൻ പ്രവാചക
പ്രവാചകനാണ്, वह एक भविष्यवक्ता है, അവൻ മഹാപുരോഹിതനാണ്, वह एक महायाजक है അവൻ രാജാവാണ്. और वह राजा है. ഈ മൂന്ന് റോളും സമ്പൂർണമായി സംയുക്തമായി ഒരു വ്യക്തിയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ ശുശ്രൂഷയിലൂടെയാണ്. ये तीनों सेवकाई एक व्यक्ति के द्वारा जो करता है वो बिल्कुल पवित्र आत्मा के अधीन होकर के उसकी अधीनता में. അപ്പോൾ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ആത്മാവിലായിരുന്നു. जब प्रभु यीशु मसीह जब दुनिया में था उस समय में वो आत्मा में थे. അവന് ഇനിയും രാജാവായിട്ട് വരുമ്പോഴും ആത്മാവിലാണ്. अभी वो जब राजा होकर आएगा उस समय में भी वो आत्मा में रहेंगे. അപ്പോൾ കർത്താവ് മുഴുവനും ആത്മാവിലാണ്. इसका मतलब प्रभु यीशु मसीह का सारा काम सारे बात आत्मा में. ഇനി ഇതേ നിലയിലുള്ള ഒരു നടത്തവും ജീവിതവും സഭയിൽ നമുക്കും ഉണ്ടാകേണ്ടതിന് നാം ആദ്യം ക്രിസ്തുവിനെ നോക്കിക്കാണുക. എൻ്റെ കർത്താവ് ആത്മാവിൽ നിറഞ്ഞവനെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണ നിറവുമുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നു. जब इस रीति का एक जीवन मंडली में आना है तो यीशु मसीह जब ये दुनिया में जीवन बिताया वो पूर्ण रूप में आत्मा में जीवन बिताया, तो उसी प्रकार का एक जीवन हमें मंडली में रह करके हमें जीवन बिताना, क्योंकि प्रभु यीशु मसीह पूर्ण रूप में आत्मा में भरा हुआ था करके हम लोग कोलोसियों का पत्री 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, दूसरा अध्याय का 9 वचन में हम पढ़ता है कि प्रभु यीशु मसीह का जो खूबी जब शरीर में था उस समय का खूबी वहां पर लिखा है. उसमें ईश्वरत्व की सारी परिपूर्णता सदैव वास करती है. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്? अभी हम सबसे पहले प्रभु यीशु मसीह में क्या देखना चाहिए? എന്റെ ശിരസായ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. क्योंकि मेरा सिर जो प्रभु यीशु मसीह है उस यीशु मसीह में सारे परमेश्वरत्व देह रूप में वास करता है. അവനിൽ ഞാനും ഒരു അംഗമായപ്പോൾ അവനിലുള്ള പൂർണ്ണത എനിക്കും ബാധകമാണ്, ഞാനും അതിന് പങ്കാളിയാണ്. जब मैं प्रभु यीशु मसीह की शरीर का एक अंग बना तो मैं भी उस परमेश्वर की उस परिपूर्णता की एक भागीदार बना. അത് അടുത്ത വാക്യം, നിങ്ങൾ അവനിൽ പൂർണ്ണരായിരിക്കുന്നു. और उसका 10 वचन में कोलोसियों 2 अध्याय का 10 वचन में हम देखते हैं कि तुम भी उसमें परिपूर्ण किया गया. तुम उसी में भरपूर हो गए हो जो सारी प्रधानता और अधिकार का शिरोमणि है. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 1:29. जब യോഹन्ना बपतिस्मा देने वाला प्रभु यीशु मसीह को देख करके उन्होंने ये बात का घोषणा किया था. അവിടെ ഇനി 2 കാര്യങ്ങളാണ് അവിടെ യോഹന്നാൻ വിളിച്ചു പറയുന്നത്. यहाँ पर യോഹन्ना बपतिस्मा देने वाला 2 बात को बताता है. ഞാൻ കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ യോഗ്യനല്ല. मैं झुक करके उसका जूते का रस्सी खोलने का मैं योग्य नहीं. പക്ഷെ അവൻ ആരാണ്? परंतु वो कौन है? ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1:29 അവൻ പാപങ്ങളെ ചുമന്ന് ഒഴിക്കുന്നു. यीशु मसीह के बारे में यूहन्ना गवाही देता है वह पापों को उड़ा ले जाता है. 1:29 यूहन्ना का सुसमाचार 1 अध्याय का 29 वचन में हम पढ़ता है कि जगत की पाप को उड़ा ले जाने वाला परमेश्वर का मेमना. അതേ കർത്താവ് തന്നെ वही प्रभु यीशु मसीह അടുത്ത 1:33 വായിക്കുകയാണ്, उसका 1 अध्याय का 36 वचन में हम पढ़ता है ആരുടെയൊക്കെ പാപങ്ങൾ അവൻ എടുത്തു മാറ്റുന്നു जिन जिनका पाप को उड़ा ले जाता है അവൻ അവരെ ആത്മാവിൽ സ്ഥാനപ്പെടുത്തുന്നവനുമാണ്, പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെടുന്നവനുമാണ്. उसका 33 वचन में हम पढ़ता है कि वो पवित्र आत्मा में बपतिस्मा देने वाला है. ഈ 2 കാര്യമാണ് കർത്താവ് ചെയ്യുന്നത്. ये 2 काम प्रभु करता है. അവനിൽ തന്നെ ആത്മാവിന്റെ സമ്പൂർണതയുള്ളത്, ആ ആത്മാവിൽ നിന്നാണ് അവൻ എടുത്ത് തന്നെ സഭയിലേക്ക് പകരുന്നത്. प्रभु यीशु मसीह में आत्मा की परिपूर्णता है, वही परिपूर्णता से प्रभु मंडली को देता है. കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാരുടെ അടുക്കൽ ആദ്യം വന്നപ്പോൾ അവൻ അവൻ പറഞ്ഞു, ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. प्रभु यीशु मसीह जी उठने के बाद में जब चेलों के पास आया तो हम देखते हैं कि उनके ऊपर भूखा और पवित्र आत्मा को स्वीकारो बोला. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. बोलने का अर्थ प्रभु यीशु मसीह से हम पवित्र आत्मा की परिपूर्णता को प्राप्त करते हैं. അവൻ സഭയെ എന്ത് ചെയ്യുന്നു? वो मंडली को क्या करता है? അവിടെ നമ്മള് 1 കൊരിന്ത്യർ അതിന്റെ 12-13 വാക്യത്തിൽ 12 കൊരിന്തി 12 अध्याय का 13 वचन में हम पढ़ता है ഈ ആത്മാവിൽ ജനിച്ച വിശ്വാസികളെല്ലാം ഏക ശരീരമാകുമാറ് ആത്മാവിൽ സ്ഥാനപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. जितनी लोग प्रभु यीशु मसीह पर विश्वास करके आत्मा में नया जन्म पाया वो लोगों को प्रभु का शरीर का भाग बनाने के लिए प्रभु यीशु मसीह उन्हें पवित्र आत्मा का बपतिस्मा देता है. അപ്പോൾ ആത്മീയ ജീവിതത്തിന് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് എന്റെ പാപങ്ങൾ മോചിച്ചതും എനിക്ക് ആത്മാവിൽ എന്നെ സ്ഥാനപ്പെടുത്തുന്നതും യേശു ക്രിസ്തു ആണെന്നുള്ള ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടായിരിക്കണം. हर एक विश्वासियों को ये जानना और मानना जरूरी बात है कि प्रभु यीशु मसीह ने मेरे पापों को क्षमा किया और प्रभु यीशु मसीह में मुझे बपतिस्मा मिला.
അവനെ അത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? उसके बाद प्रभु यीशु ने क्या किया? അവൻ നമ്മളെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. हमको प्रभु यीशु मसीह ने दाम दे करके मोल लिया. അവൻ നമ്മളെ സീൽ ചെയ്തു. നമുക്ക് എഫെസ്യ ലേഖനം 1:13 വായിക്കുന്നത് എങ്ങനെയാണ്? जब एफेसियों का पत्री पहला अध्याय का 13 वचन में हम देखते हैं कि प्रभु ने हमें पवित्र आत्मा की छाप लगाया. നാം അവനെ കുറിച്ചുള്ള सत्यवचനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. जब हमने प्रभु यीशु मसीह का सच्चा वचन जब सुना तब प्रभु ने हमको हमारे में क्या किया? हमें पवित्र आत्मा का छाप लगाया. हिंदी में पढ़ो. हिंदी में एफेसियों 1:13. और जब तुमने सत्य का वचन सुना, जब तुमने सत्य का वचन सुना, जो तुम्हारे उद्धार का सुसमाचार है, और जिस पर तुमने विश्वास किया, प्रतिज्ञा किए हुए पवित्र आत्मा की छाप लगी. देखा നാം അവനിൽ വിശ്വസിച്ച് जब हमने प्रभु में विश्वास किया കർത്താവിനെ കൈക്കൊണ്ടപ്പോൾ और जब हम प्रभु को स्वीकारा, അവൻ നമ്മളെ ആത്മാവിൽ സ്ഥാനപ്പെടുത്തി. प्रभु ने हमें आत्मा की बपतिस्मा दिया. അവൻ നമ്മളെ ആത്മാവിൽ സീൽ ചെയ്തു. और इतना ही नहीं, वो हमें आत्मा में छाप लगाया. ഈ ഒരു ആന്തരിക ദർശനം ആത്മാവിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ये जो दर्शन हमें आत्मा में सबको मिलना चाहिए. കാരണം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഈ മുദ്രയിട്ടിരിക്കുന്നതെന്ന് 4:30 വായിക്കുന്നുണ്ട്. हमको मालूम है कि हमारे शरीर की छुटकारा के लिए आत्मा में छाप लगाया करके एफेसियों का पत्री 4 अध्याय का 30 वचन में लिखा है. एफेसियों 4:30 में लिखा है. ആത്മാവ് നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. आत्मा के द्वारा प्रभु ने हमें छाप डाला. കാര്യം എന്താണ്? ഒരു ദിവസം വീണ്ടെടുപ്പിന്റെ കാഹളം ധരിക്കും. उसका कारण क्या है? एक दिन हमारे छुटकारा के लिए ललकार होगा. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. हमारा ये शरीर रूपांतर हो जाएगा. ഇപ്പോൾ നമ്മുടെ ശരീരം യേശുക്രിസ്തുവിന്റെ ശരീരം പോലെ അല്ല. अभी हमारा शरीर प्रभु यीशु मसीह का शरीर जैसा नहीं. എന്നാൽ നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. परंतु हम यहाँ पर रहने के समय में भी हमारा आत्मा में, हमारा हृदय में मसीह के जैसा हम रूपांतर प्रक्रिया में हैं. അത് ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം ചെയ്യും. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. यहाँ पर हम देखते हैं कि फिलिपियों का पत्री पहला अध्याय का 6 वचन में हम पढ़ता है कि जिसने हमारे में जो भले काम शुरू किया वो मसीह की दिन तक वो पूरा करेगा. അവിടെ അപ്പോൾ നമ്മളെ വീണ്ടെടുപ്പ് നാളിലേക്ക് ഈ ആത്മാവ് എന്ത് ചെയ്തു? നമ്മളെ സീൽ ചെയ്തു, നമ്മളെ മുദ്രയിട്ടു. छुटकारा दिन के लिए ये पवित्र आत्मा ने क्या किया? हमें छाप डाला. നാം ഇനി നമ്മുടെ അല്ല, अभी हम अपने नहीं, നമ്മൾ ലോകത്തിന്റെ അല്ല, हम ये दुनिया का नहीं, നമ്മൾ ലോകത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളെ അല്ല, हम ये दुनिया में जो हमारे माँ बाप है हम उनका भी नहीं. ഓരോ വിശ്വാസി വ്യക്തിപരമായി യേശു ക്രിസ്തുവിന്റെ സ്വന്തം വകയാണ്. हम हर एक विश्वासी प्रभु यीशु मसीह का खुद का है. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ വകയായി തീർന്നു. इस रीति में हम प्रभु का बन गया. നമ്മുടെ 1 യോഹന്നാൻ 2:27 വായിക്കുകയാണ്. जब हम पहले यूहन्ना 2 अध्याय का 27 वचन में पढ़ता है, അത് ക്രിസ്തുവിന് മാത്രമുള്ള ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ക്രിസ്തു അഭിഷിക്തനാണ്, അഭിഷേകം അവനിലാണ്. हम देखते हैं कि अभिषिक्त या अभिषेक सिर्फ प्रभु यीशु मसीह के लिए, सिर्फ उसके लिए सिर्फ है. നമ്മൾ പുറപ്പാട് പുസ്തകം അതിന്റെ 30 അധ്യായം 22 പോലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വായിക്കുന്നുണ്ട്. जब निर्गमन का किताब 30 अध्याय उसका 22 वचन से 32 वचन तक पढ़ेगा तो वहां पर ये अभिषेक का तेल उन दिनों में कैसे बनाना है उसका पूरा विवरण दिया है. ഒരു യഹൂദനാണെങ്കിൽ പോലും അവന്റെ ശരീരത്തിൽ, അവന്റെ ദേഹത്തിൽ ഡയറക്റ്റ് അഭിഷേക തൈലം ഒഴിക്കാൻ പാടില്ല. उनके वचन क्लियर कहता है कि शरीर में ये तेल नहीं डाल सकता, അത് ശിരസിൽ മാത്രമാണ്. ये सिर्फ को ही देना है. അപ്പൊ ശിരസിൽ ഒഴിക്കുന്ന ആ അഭിഷേക തൈലം ശരീരത്തിലും കൂടെ വ്യാപരിക്കുന്ന രീതിയിലാണ് ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം. जब ये सिर में जब डालता है वो सिर से शरीर में बहता है. इसी प्रकार का एक संबंध है मंडली और प्रभु का. എന്നാൽ നമ്മൾ ലേവ്യ പുസ്തകം 14 അധ്യായം ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം പഠിക്കുന്നു. जब हम लेवियों का किताब उसके 14 अध्याय में एक कोढ़ी व्यक्ति का शुद्ध करने का विधि हम देखता है. ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി ദൈവത്തിന് അവനെ കൊണ്ടുവന്നിട്ട് അവന്റെ ചെവിയില് അവൻ്റെതായിരിക്കുന്ന വിരലിന്റെ അറ്റത്ത്, കാൽപാദത്തിന്റെ അറ്റത്ത് എല്ലാം കുഞ്ഞാടിന്റെ അകൃത്യയാഗത്തിന്റെ രക്തം തളിക്കണം. जो व्यक्ति चंगाई पाता है वो चंगाई हो गया करके मालूम पड़ेगा तो याजक जो बलि किया हुआ उस मेमने का लहू उनका कान में और उसके हथौड़े में, उस नाखून में और पाँव की नाखून में लगाते हैं. വേണമെങ്കിൽ നമുക്ക് അതിന്റെ 14 अध्याയം उसका 14 अध्याय लेवी व्यवस्था 14 अध्याय അതിന്റെ 17-18 വാക്യങ്ങൾ. उसका 17-18 वचन पढ़ेंगे. लेवी व्यवस्था 14 अध्याय का 17-18 वचन.
जो तेल उसकी हथेली पर रह जाएगा, याजक उसमें से कुछ शुद्ध होने वाले के दाहिने कान के सिरे पर और उसके दाहिने हाथ और दाहिने पाँव के अंगूठों पर दोषबलि के लहू के ऊपर लगाए। और जो तेल याजक की हथेली पर रह जाए उसको वह शुद्ध होने वाले के सिर पर डाल दे और याजक उसके लिए यहोवा के सामने प्रायश्चित करे। അവിടെ യാഗപീഠത്തിന്റെ അകൃത്യയാഗത്തിന് വേണ്ടി തളിക്കപ്പെട്ട രക്തം തളിച്ചതിന് മുകളിൽ എണ്ണ പുരട്ടണമെന്ന് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. यहाँ पर हम देखते हैं कि जिसके ऊपर ये जो बलि का खून लगाया गया उसके ऊपर तेल लगाना है. അപ്പോൾ ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ ഡയറക്റ്റ് എണ്ണ വരുന്നുണ്ട്. एक उस समय में एक विश्वासी का ऊपर डायरेक्ट तेल आता है. എന്നാൽ എങ്ങനെയാണ്? परंतु कैसा है? അകൃത്യയാഗത്തിന് മുകളിൽ. उस मारा बलि के ऊपर. അത് അഭിഷേക തൈലമല്ല. ये अभिषेक का तेल नहीं. ഇത് പ്രത്യേകിച്ച് അവനെ വേർതിരിച്ച് അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു ആത്മാവിന്റെ മുദ്രയുള്ളവനാണെന്ന് കാണിക്കാനാണ്. ये प्रभु के लिए अलग किया, ये आत्मा का छाप पाया है, ये बात को दिखाने के लिए. അത് പാപമോചനം പ്രാപിക്കാത്തവനിൽ ആത്മാവിന്റെ ഈ എണ്ണ പറ്റുന്നില്ല. ये जब पापक्षमा नहीं पाया हुआ वो व्यक्ति में ये तेल नहीं लगाया जाता. എന്നാൽ നമ്മളിവിടെ ചിന്തിക്കുന്ന അഭിഷേക തൈലം, परंतु अभी हमने जो सोचा हुआ जो अभिषेक का तेल, അത് ശിരസിൽ ആണ് ശിരസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ये जो तेल सिर्फ सिर में डालते हैं. എന്നാൽ നമ്മളത് വായിക്കുന്നു. നമ്മൾ 1 യോഹന്നാൻ 2:27 വായിക്കുകയാണ്. നാം അവനാൽ പ്രാപിച്ച അഭിഷേകം. जब हमने पहला यूहन्ना 2 अध्याय का 27 वचन में हमने मतलब पढ़ता है कि उसके द्वारा हमने जो अभिषेक पाया. അപ്പോൾ ആ അഭിഷേകം എന്താണ്? वो अभिषेक कौन सा है, क्या है? നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾ അറിയുവാൻ, ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനാണ് അഭിഷേകം അവിടെ ഉള്ളത്. क्योंकि ये अभिषेक जो है परमेश्वर की सारे बातों को जानने के लिए ये अभिषेक दिया जाता है. 1 യോഹന്നാൻ 2:20 വായിച്ചു. उसका पहला यूहन्ना 2:20 थोड़ा पढ़िए. 20. परंतु तुम्हारा जो उस पवित्र से अभिषेक हुआ है और तुम सब कुछ जानते हो. അറിയേണ്ടതിന്. इसका मतलब सब जानने के लिए. അപ്പം നമ്മൾ നേരത്തെ സീൽ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ് വായിച്ചു. ആത്മാവിലുള്ള ആ സീൽ എന്തിനാണ്? हम लोग पहले इससे पहले हमने आत्मा का छाप क्या है हमने ये बात को देखा. നമ്മൾ വീണ്ടെടുപ്പ് നാളിലേക്കാണ്. वो छुटकारा का दिन के लिए है. എന്തിനാണ് അഭിഷേകം? परंतु ये अभिषेक किसके लिए है? ദൈവത്തിന്റെ എല്ലാ മർമ്മങ്ങളും അറിയുവാനാണ്. परमेश्वर के सारे वेदों को भी जानने के लिए. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14:26 കർത്താവ് പറയുന്നുണ്ട്. जब यूहन्ना का सुसमाचार 14 अध्याय का 26 वचन में, यूहन्ना 14 अध्याय का 26 वचन में प्रभु कहता है, परंतु सहायक अर्थात पवित्र आत्मा जिसे पिता मेरे नाम से भेजेगा वह तुम्हें सब बातें सिखाएगा. ഓക്കെ. നമ്മളെ അപ്പം പഠിപ്പിക്കുന്ന ആരാണ്? इसका मतलब हमें कौन सिखाता है? കർത്താവിനുള്ളത് നമുക്ക് 16:25 കൂടെ. जब उसका 15 अध्याय का 26 वचन में, 16 अध्याय का 26 वचन में, यूहन्ना 16 अध्याय 16:26. उस दिन तुम मेरे नाम से मांगोगे और मैं तुमसे यह नहीं कहता कि मैं तुम्हारे लिए पिता से विनती करूंगा. ഓക്കെ. അതായത് ദൈവത്തിന്റെ എല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. प्रभु के सारे सच्चाइयों को जानने के लिए प्रभु ने हमें आत्मा दिया. നമുക്ക് 1 कोरिन्थ 2:12 കൂടെ वाइക്കാം. जब पहला कोरिन्थी 2 अध्याय का 12 वचन भी पढ़ेंगे. परंतु हमने संसार की आत्मा नहीं परंतु वह आत्मा पाया है जो परमेश्वर की ओर से है कि हम उन बातों को जाने जो परमेश्वर ने हमें दी है. നമുക്ക് സൗജന്യമായി നൽകി തന്നത്, हमें मुफ्त में दिया है. നമുക്ക് സൗജന്യമായി ദൈവം എന്തെല്ലാം തന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. हमें प्रभु ने क्या क्या मुफ्त में दिया, इन बातों को जानने के लिए प्रभु ने हमें पवित्र आत्मा दिया. അപ്പോൾ അഭിഷേകത്തിന്റെ അർത്ഥം എന്താണ്? हमारा अभिषेक का अर्थ क्या है? നമുക്ക് ജഡത്തിൽ ഈ ദൈവത്തിന്റെ ഒരു കാര്യം അറിയാൻ കഴിയുകയില്ല. अभी हमें ये बात को जानना, हम शरीर के द्वारा प्रभु की कोई भी बात को नहीं जान सकते. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, प्रभु का दास प्रेषित पौलुस कहता है, ഞാൻ ക്രിസ്തുവിനെ ജഡത്തിൽ അറിഞ്ഞു. मैं एक समय में मसीह को शरीर में जाना. അങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അവൻ ഉപദ്രവിയും ഞാൻ നിഷ്ഠുരനുമായിരുന്നു. परंतु उस समय में जब मैं प्रभु को शरीर में जाना तब मैं बहुत निष्ठुर था, बहुत विरोधी था. എന്നാൽ ഞാൻ ആത്മാവിലെ അവനെ അറിഞ്ഞപ്പോൾ परंतु जब मैंने प्रभु को आत्मा में जाना, അവൻ എന്റെ ജീവനാണ്, वो मेरा जीवन है, എന്റെ ഉടയവനാണ്, वो मेरा स्वामी है. ഞാൻ അവന് മരിക്കാൻ തയ്യാറാണ്. मैं उसके लिए मरने के लिए तैयार हूँ. ഞാൻ ഇനി ജീവിക്കുന്നില്ല, अभी मैं नहीं जी रहा हूँ. എനിക്കെല്ലാം ക്രിസ്തുവാണ്. मेरे लिए सब कुछ मसीह है. ഈ ക്രിസ്തുവിനെയുള്ള പരിജ്ഞാനം കൊണ്ട് എല്ലാം ഞാൻ ചപ്പും ചവറുന്നു വേണ്ടുന്നു. इस
प्रभु की ज्ञान की उत्तमता के कारण मैं सारे लाभ की बातों को कूड़ा कचरा समझता हूँ. ഇങ്ങനെ ദൈവത്തിന്റെ ദാസനെ മനസ്സിലാകാൻ ഇടയാക്കി തീർത്തത് ഹോളി സ്പിരിറ്റ് ആണ്. ये सारे बात इस रीति में मानने के लिए, जानने के लिए कैसे हुआ? पवित्र आत्मा ने ये काम को समझाया. അപ്പോൾ ആത്മാവിൽ അവൻ അഭിഷേകത്തിലായപ്പോൾ, जब आत्मा के उस अभिषेक में वो भर गया, ക്രിസ്തു നടന്ന അതേ ആത്മാവിനെ അവൻ പ്രാപിച്ചപ്പോൾ, जब यीशु मसीह चला हुआ उसी आत्मा को जब पौलुस ने जब प्राप्त किया, അവന് ലോകം ചപ്പും ചവറുമായി തീർന്നു. तो दुनिया के लिए वो एकदम कूड़ा बन गया. ഇപ്പോൾ അവൻ പറയുകയാണ്, अभी वो कहता है, ഞാൻ ഇനി ആരെയും ജഡത്തിൽ അറിയുന്നില്ല. अभी मैं किसी को शरीर में नहीं जानता. അപ്പൊ അറിയാനുള്ള ദൈവത്തിന്റെ ആ നൽവരമാണ് അഭിഷേകം. इसका मतलब प्रभु को जानने का सबसे बड़ा वरदान है ये अभिषेक. നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടത് കൊണ്ട് നമുക്ക് ഇത്ര സ്പീഡിൽ പോകാം. हम बहुत बातों को ध्यान देना है, मनन करना है, इसलिए हम थोड़ा स्पीड में जाएंगे. നമുക്ക് റോമലേഖനം 8:14 എന്താണ് വായിക്കുന്നത്? हम रोमियों के पत्र 8 अध्याय का 14 वचन में क्या पढ़ता है? നമുക്കറിയാം, നിക്കോദോസിനോട് കർത്താവ് പറയാണ്, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവാകുന്നു. जब प्रभु यीशु मसीह जब निकोदेमुस को जब कहता है तब बोलता है कि जो आत्मा से जन्मा वो आत्मा है ആ ജഡത്താൽ ജനിച്ചത് ജഡം. और जो शरीर से जन्मा वो शरीर. ആത്മാവിൽ ജനിക്കപ്പെട്ട വ്യക്തി ആത്മാവിനാൽ നടത്തപ്പെടേണ്ടത് ആവശ്യമാണ്. आत्मा में नया जन्म पाया हुआ व्यक्ति आत्मा में चलना जरूरी है. നമ്മൾ റോമാലേഖനം 8:14 जब रोमियो 8:14 में हम पढ़ता है, जितनी लोग आत्मा की चलाए चलता है वही परमेश्वर का बेटा है. Praise the Lord. Praise the Lord. നാം ആത്മാവിൽ ജനിച്ചവരാണ്, हम आत्मा में जन्मा है, നാം ആത്മാവിൽ സീൽ ചെയ്യപ്പെട്ടവരാണ്, हम आत्मा में छाप लगाया गया, നാം ആത്മാവിൽ അഭിഷിക്തരാണ്, हम आत्मा में अभिषिक्त लोग हैं. ഓരോ നിമിഷവും ആത്മാവിൽ നടത്തപ്പെടുന്നവരാണ്. एक एक क्षण हम आत्मा में चलाया जाता है. നമ്മുടേതായിരിക്കുന്ന സാക്ഷ്യം അവിടെ നമ്മൾ 8:16 കൂടെ വായിക്കാം. जब हम उसका 8 अध्याय रोमियो 8 अध्याय का 16 वचन में हम देखते हैं कि वहां पर एक गवाही भी हमें मिलता है. നമുക്ക് സ്വന്തമായിട്ടൊരു സാക്ഷ്യമില്ല. हमें अपने कोई गवाही नहीं, നമ്മൾ പറയുന്ന സാക്ഷ്യം അത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ്. हमें जो मिलता है वो गवाही पवित्र आत्मा के द्वारा मिलता है. യോഹന്നാൻ 15:24 കർത്താവ് അത് പറയുന്നുണ്ട്. യോഹന്നാൻ 15:26 15 का 26 में प्रभु वो बात को कहता है, നിങ്ങൾ സാക്ഷി പറയണം, आप लोग गवाही मेरे बारे में देना है. പക്ഷേ നിങ്ങൾ മാത്രമല്ല, और दूसरा आप लोग नहीं, ശിഷ്ടപ്പെടും, आत्मा भी वो गवाही देता है. ആത്മാവ് സാക്ഷ്യം പറയുന്നു. वो आत्मा भी वो गवाही देता है. ഇങ്ങനെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മളെ സഹായിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വളരെ സ്നേഹിതനായ, അടുത്ത് നാം പ്രിയപ്പെട്ടവനായി, യേശുവിനെ പോലെ സൗമ്യനായ നല്ലവനായ ഇത്ര നല്ല ഗുരുവിനെ നാം എന്തുമാത്രം സ്നേഹിച്ച് അവനോട് ചേർന്ന് നടക്കണം. इस प्रकार हमें प्रभु में जीवन बिताने के लिए, प्रभु को जानने के लिए, प्रभु में बढ़ने के लिए हमें दिया हुआ ये पवित्र आत्मा के संग हमें कितना मिलकर के चलना चाहिए. നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, जब मत्ती के सुसमाचार 10 अध्याय, അതിന് 18 മുതൽ 20 വാക്യം കൂടെ വായിക്കാം. जब मत्ती 10 अध्याय का 18 से 20 तक पढ़ेंगे. मत्ती 10 अध्याय का 18 से 20. तुम मेरे लिए हाकिम हो और राजाओं के सामने उन पर और अन्य जातियों पर गवाह होने के लिए पहुंचाए जाओगे. तब वे तुम्हें पकड़वाएंगे तो यह चिंता न करना कि हम किस रीति से या क्या कहेंगे, क्योंकि जो कुछ तुमको कहना होगा वो उसी घड़ी तुम्हें बता दिया जाएगा. क्योंकि बोलने वाले तुम नहीं हो, परंतु तुम्हारे पिता का आत्मा तुम्हें बोलता है. Praise the Lord. നോക്കുക, ഒരു വിശ്വാസിയുടെ ഉറപ്പും ധൈര്യവും എങ്ങനെയാണ്? एक विश्वासी का हिम्मत वो कैसा है, അവന്റെ സാക്ഷ്യത്തിന് ദൃഢത എങ്ങനെയാണ്? वो गवाही में वो इतना पक्का कैसा है. നിങ്ങൾ ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് നാം സാക്ഷ്യത്തിന് വേണ്ടി പിന്നോട്ട് നിൽക്കേണ്ടതല്ല. നാം അല്ല, നമ്മളിൽ വസിക്കുന്ന ആത്മാവാണ് സാക്ഷ്യം തരുന്നത്. हम एक बात को जानना है कि मैं कोई पढ़ा लिखा नहीं, मुझे इसमें कोई इतना सामर्थ्य नहीं, ऐसा बोलकर पीछे जाने के लिए ये हमारा काम नहीं. हमारे जीवन में जो भी काम करना पवित्र आत्मा को काम करना है. നമുക്കറിയാം സ്തെഫാനോസിനെ കുറിച്ച്. हम जानते हैं स्तेफानोस के बारे में. സ്തെഫാനോസ് ആദ്യത്തെ അവരെ ശുശ്രൂഷിക്കുന്നതും അവരെ മേശയിൽ ശുശ്രൂഷിക്കുക, കർത്തൃമേശയല്ല, സഹോദരന്മാർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്ന ആളായിരുന്നു സ്തെഫാനോസ്. आपको मालूम है स्तेफानोस जब मतलब मेष में सेवकाई करने के लिए चुना हुआ लोगों में एक व्यक्ति था. പിന്നെ എങ്ങനെയാണ് ഈ സ്തെഫാനോസ് ദൈവത്തിന്റെ അത്ഭുതപരമായ വീര്യപ്രവൃത്തിക്ക് പ്രയോജനപ്പെട്ടത്? कैसा ये स्तेफानोस प्रभु का महान कार्य के लिए इस्तेमाल हुआ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, जब प्रेरितों का काम उसके 6 अध्याय का 8, 9, 10 वचन जब पढ़ता है, प्रेरितों का काम 6 अध्याय का 8, 9, 10, അവിടെ ഇപ്പോൾ കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നിവൃത്തീകരിക്കപ്പെട്ട ഒരു അനുഭവം അവിടെ കാണുന്നുണ്ട്. यहाँ पर जो प्रभु ने कहा हुआ सारे बात स्तेफानोस में पूरा हो गया, ये बात को मैं वहां पर देखता है.
स्टेफनोस अनुग्रह और सामर्थ से परिपूर्ण होकर लोगों में बड़े बड़े अद्भुत काम और चिन्ह दिखाया करता था। तब उस आराधनालय में से जो लिबर्तिनों की कहलाती थी और कुरेनी और सिकंद्रिया और किल्किया और एशिया के लोगों में से कई एक उठकर स्टेफानोस से वाद विवाद करने लगे, परंतु उस ज्ञान और उस आत्मा का जिससे वह बातें करता था वे सामना न कर सके। നമുക്ക് സ്തെഫാനസിൽ ഉണ്ടായിരുന്ന ജ്ഞാനം ആരുടെയാണ്? यहाँ पर स्तेफानोस में जो ज्ञान था वो किसका ज्ञान था? അവന് വലിയ വിദ്യാഭ്യാസമില്ല, वो हमारे इतना पढ़ा लिखा नहीं था, പക്ഷെ ലോകത്തിലെ ജ്ഞാനികൾ അവന് മുമ്പിൽ തോറ്റുപോയി. परंतु दुनिया की बड़े बड़े ज्ञानी लोग उसके सामने हार गया। ഇങ്ങനെ നമ്മളെ എല്ലാ നിലയിലും സഹായിക്കാനായിട്ട് ഈ ക്രിസ്തുവിൽ വസിക്കുന്ന ആത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ്. इस प्रकार हमें हर एक अवस्था में हमारा मदद करने के लिए जो मसीह की आत्मा जो मसीह में रहते हैं वो हमारे में भी व्यवहार करते हैं। പക്ഷെ ഒരു പ്രശ്നമുണ്ട്, परंतु एक बात यहाँ पर है, നാം ലോകപ്രകാരം വലിയവരായിരിക്കാം, शायद हम दुनिया के रीति में बड़े बड़े लोग होंगे, നമുക്ക് ജ്ഞാനമുണ്ടായിരിക്കാം, हमें ज्ञान होंगे, നമുക്ക് ബുദ്ധി ഉണ്ടായിരിക്കാം, हमें बुद्धि होगा, കഴിവ് സ്വാധീനം ഉണ്ടായിരിക്കാം. हमें बहुत प्रकार का हमारा सामर्थ्य होगा। ഇത് ദൈവത്തിന്റെ പേരയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ദൈവം അനുവദിക്കില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആയിരിക്കണം ഈ കാര്യങ്ങളിലെല്ലാം. അപ്പോൾ हमारा कोई भी प्रकार का सामर्थ्य, हमारा कोई भी प्रकार का हमारे जो भी गुण है वो प्रभु का काम में हम इस्तेमाल करेगा तो प्रभु कभी भी उसको स्वीकारेगा नहीं, ജഡത്താൽ ജനിച്ചത് ജഡം. क्योंकि जो भी शरीर से जन्मा है वो शरीर है। നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ആ പഴയ മനുഷ്യൻ, ആ ജഡ മനുഷ്യൻ അത് ക്രൂശിക്കപ്പെട്ടു, അതിന് ശക്തിയെ ചോർന്നു പോയി. നമ്മുടെ ശക്തി ഇപ്പോൾ ആത്മാവാണ്. हमारे जीवन में जब प्रभु यीशु मसीह हमारे लिए सूली पर मरा तब हम भी प्रभु के साथ मर गया, तो वो शरीर का सारा बात खत्म हो गया। अभी हमारा सामर्थ्य, हमारा जो भी कार्य वो प्रभु यीशु मसीह है। അവൻ നമ്മളെ ആത്മാവിൽ ജനിപ്പിച്ചു, प्रभु यीशु मसीह ने हमें आत्मा में नया जन्म दिया, അവൻ ആത്മാവിൽ അഭിഷേകം ചെയ്തു, और प्रभु ने हमें आत्मा में अभिषेक किया, ആത്മാവിൽ നമ്മൾ നടത്തുന്നു, हमें प्रभु आत्मा में चलाता है ആത്മാവിൽ ജ്ഞാനം തരുന്നു. और आत्मा के द्वारा हमें ज्ञान देता है। അങ്ങനെ നമ്മുടെ ജീവിതത്തിനും ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് തരികയാണ്. और इस जीवन में जो जीवन और भक्ति के लिए चाहिए सब कुछ पवित्र आत्मा के द्वारा हमें मिलता है। ഇതെല്ലാം നമുക്ക് അനുഭവമാകുന്നത് വാസ്തവത്തിൽ നാം വായുവിനെ ശ്വസിക്കുന്നത് പോലെ നാം പ്രാർത്ഥനയിലൂടെ ആത്മാവിനെ എപ്പോഴും സ്വീകരിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഈ നിവൃത്തിപഥത്തിൽ കൊണ്ടുവരികയുള്ളൂ. ये सब बात हमें कैसे प्राप्त होता है? जैसे हमें श्वास मिलता है हवा से, उसी प्रकार जब हम आत्मा में रहेगा, आत्मा के द्वारा इन सारे बातों के लिए हमें सामर्थ्य मिलेगा। യേശു എന്റെ ജീവനാണ്, प्रभु यीशु मसीह मेरा जीवन है, എന്റെ ശക്തിയാണ്, मेरा सामर्थ्य है, എന്റെ ആഹാരമാണ്. मेरा भोजन है। ഇങ്ങനെ എന്റെ ജീവിതത്തിൽ എല്ലാ ആവശ്യവും ക്രിസ്തുവാണ് നമ്മൾ കാണുമ്പോൾ ആത്മാവിന്റെ നിറവ് നമ്മളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. जब मेरे लिए सब कुछ मेरा यीशु मसीह है, ये बात को जान करके उसको एक एक बातों में हम मसीह को अनुभव करेंगे तब हम आत्मा में बढ़ते जाएंगे। കാരണം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ആത്മാവ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. क्यों? जब यीशु मसीह जब दुनिया में था, आत्मा के संबंध में सारी बात इसी प्रकार ही थी। അപ്പോൾ പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. तो हमारा प्रार्थना आत्मा में होना चाहिए। നമ്മൾ റോമലേഖനം 8:26 എന്ന് വായിക്കുന്നു. हम रोमियो का पत्री 8 अध्याय का 26 वचन में, रोमियो 8:26, നമുക്ക് നമ്മുടെ കുഴപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. അവിടെ പറയുന്നത് നാം എങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കണം നമ്മൾ അറിയുന്നില്ല. वहां पर हम ये पढ़ता है कि हम कैसे आत्मा में प्रार्थना करना चाहिए हम नहीं जानते। പടോ സിസ്റ്റർ, हम नहीं जानते कि प्रार्थना किस रीति से करना चाहिए, परंतु आत्मा आप ही ऐसी आहें भर भर कर जो बयान से बाहर है हमारे लिए विनती करता है। പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം പ്രാർത്ഥിക്കുമ്പോൾ हम प्रार्थना जब करता है നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ജ്ഞാനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. हमें प्रार्थना का ज्ञान जो देता है पवित्र आत्मा है। അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ജ്ഞാനം വരുമ്പോൾ, हमारे हृदय में जब वो ज्ञान मिलता है, ആ ഹൃദയത്തിൽ വരുന്ന ആ ജ്ഞാനത്തിൽ നമ്മൾ അതരം സംസാരം, നമ്മുടെ ഹൃദയവും അതരവും തമ്മിൽ സമ്മേളിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. उस समय में हमारे हृदय से निकलने वाला उन बातों को हमें मिलाता है पवित्र आत्मा। ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ जब हम आत्मा में प्रार्थना करते हैं, ഹൃദയം ഒരു വഴിക്കും നമ്മുടെ അതരം വേറൊരു വഴിക്കും ആകുന്നില്ല. हमारा हृदय एक सीमा में एक साइड में जाता है और हमारा वोट और एक दिशा में जाता है, ऐसा नहीं होता। കർത്താവ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ പ്രത്യേകം പറയുമ്പോൾ അവരെ ആക്ഷേപിച്ച് പറയുന്നത്, ഇവര് വാഗൊണ്ട് മനുഷ്യകൽപ്പനകളായ കാര്യങ്ങൾ പറയുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ടു ദൂരെ പോയിരിക്കുന്നു. परंतु पुराने नियम के लोगों के बारे में जब प्रभु का आता है तो प्रभु ने एक गवाही दिया, उनका दिल मुझसे दूर है परंतु वोटों से वो मेरा तारीफ करता है। അവരുടെ ഹൃദയവും ശരീരവും അവരുടെ അതരവും ഒരുമിച്ച് പോകുന്നില്ല. उन लोगों का हृदय और वोट दोनों मिलकर के नहीं जाता। കാരണം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് നാവ്.
നമുക്കറിയാം हमें मालूम है कि हमारा जीवन का सबसे बड़ा खतरनाक एक अवयव है ये जीव. ലോകത്തിലുള്ള ഏത് മൃഗത്തെയും നമുക്ക് സ്വാധീനിക്കാമെന്ന് നാവിനെയോ സ്വാധീനിക്കാൻ കഴിയത്തില്ല. ये दुनिया का कितना भी ताकतवान जानवर को भी अपन कंट्रोल में ला सकता है, परंतु हमारे जीव को हम कंट्रोल में नहीं ला सकते. യാക്കോബ് എന്താണ് പറയുന്നത്? याकूब क्या कहता है? നീ നാവിന് കടിഞ്ഞാനിടാതെ ഭക്തനെന്ന് വിചാരിച്ചാൽ നിന്റെ ഭക്തി വ്യർത്ഥമാണ്. अगर तुम अपने जीव को लगाम ना लगाए और अपने आप को भक्त जाने तो तुम्हारा भक्ति व्यर्थ है. ആരാണ് നാവിനെ കൺട്രോൾ ചെയ്യുന്നത്? इस जीव को कौन लगाम लगाता है? നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ जब हम आत्मा के अनुसार जीते हैं, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത നാവ് കൺട്രോൾ ആയിരിക്കും. वो कोई भी व्यक्ति के द्वारा जीवन कंट्रोल में नहीं ले सकता, परंतु उसको जीव को आत्मा कंट्रोल में लाता है. ഒരു പാവിയുടെ നാവിന്റെ കീഴിൽ അണലി വിഷമാണ്. एक पापी की जीव के नीचे सर्प का जहर है, എന്നാൽ ശൂലേംകാരത്തിയുടെ നാവിന്റെ കീഴിൽ പാലും തേനുമാണ്. परंतु उन सुलेम की स्त्री की उस जीव के नीचे मधु है और दूत है. അവൾ ആത്മാവിൽ നിറയപ്പെട്ടവളാണ്. वो आत्मा में भरा हुआ है. നമ്മുടെ അവയവങ്ങളെല്ലാം ആത്മാവിൽ കൺട്രോളാണ്. हमारा हर एक अवयव, हर एक अंग आत्मा की नियंत्रण में है, आत्मा की भरपूरिता में है. അപ്പം നമ്മുടെ ഹൃദയവും നാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. हमारे हृदय और ओठों को, दोनों को, जीव को, दोनों को मिलाता है पवित्र आत्मा. നമ്മുടെ ആത്മാവും ദേഹിയും ശരീരവും ഒരു ആലയം എന്ന വണ്ണം, ഒരു ദൈവത്തിന്റെ ആലയം എന്ന വണ്ണം അത് ആലയത്തിന്റെ എല്ലാ ഫംഗ്ഷനും നിറവേറ്റുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. हमें हमारा आत्मा और प्राण या देही और ये शरीर तीनों को कंट्रोल करने वाला पवित्र आत्मा है. യൂദയുടെ ലേഖനത്തിൽ വായിക്കുകയാണ്, നിങ്ങൾക്ക് തന്നെ ആത്മവർദ്ധന വരുത്തിയും. योदा की पत्री में पढ़ता है कि तो अपने आप को आत्मा में उन्नति पाते हुए നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീയയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ദൈവിക കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മൾക്ക് ആത്മാവ് ഉന്നതി ഉണ്ടാവും. हम जब प्रभु की बातों में आत्मा के द्वारा जब चलता है तो हमें आत्मा में उन्नति मिलता है. നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. हम आत्मा में प्रार्थना करके, അപ്പൊ പ്രാർത്ഥിക്കാൻ നമുക്ക് ആര് വേണം? प्रार्थना करने के लिए भी कौन चाहिए? നാം എഴുതി വെച്ച പ്രാർത്ഥന ജൽപ്പനമാണ്. हम जो लिखा हुआ या परिहाट किया हुआ प्रार्थना जो है वो एक प्रकार का जल्पना है. അത് അക്ഷരത്തിന്റെ പ്രാർത്ഥനയാണ്. वो एक प्रकार मतलब व्यवस्था का प्रार्थना है അത് അക്ഷരം കൊല്ലുന്നു. और व्यवस्था मारते हैं. എന്നാൽ ആത്മാവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ आत्मा में जब हम प्रार्थना करते हैं, ആത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്നു. आत्मा हमें जिलाता है. അപ്പം പരിശുദ്ധാത്മാവ് അല്ലാത്ത പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല. जो पवित्र आत्मा के द्वारा नहीं, वो प्रार्थना प्रभु कभी भी स्वीकारता नहीं. നമ്മുടെ മർക്കോസിന്റെ സുവിശേഷം 12:24 जब मरकोस 12:24 में അവിടെ പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്യർ ഒരു സംശയമായിട്ട് വരികയാണ്. वहाँ पर जो लोग पुनरुत्थान में विश्वास नहीं करता था, उन सदूकियों ने एक सवाल लेकर आया. കർത്താവ് ഒരു വാക്യം പറയുന്നത് മാർക്ക് 12:24 വായിച്ചാൽ. और मार्क 12:24 वचन पढ़ेंगे. क्या तुम इस यीशु ने उनसे कहा, क्या तुम इस कारण से भूल में नहीं पड़े हो कि तुम न तो पवित्र शास्त्र ही को जानते हो और न ही परमेश्वर की सामर्थ को. അപ്പൊ ആത്മസഹായത്താൽ അല്ലാതെ വചനം വായിച്ചാൽ നമ്മൾ തെറ്റിപ്പോകും. इसका मतलब जो हम वचन को जब पढ़ते हैं, सीखते हैं, हम आत्मा की मदद बिना करेगा तो हम लोग भूल में पड़ेगा. നമ്മളെ ആത്മസഹായം കൂടാതെ വചനം വായിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അവർ മോശയുടെ പുസ്തകം വായിച്ചപ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. जब आत्मा के बिना वो लोग मोशे के उन वचनों को पढ़ा तो उनका हृदय कठोर हो गया. അപ്പൊ വേദപുസ്തകം വായിക്കുമ്പോൾ जब हम पवित्र शास्त्र को पढ़ते हैं, നാം പ്രാർത്ഥിച്ചിട്ട് വായിക്കണം. हम प्रार्थना करके पढ़ना चाहिए. കർത്താവേ, हे प्रभु यीशु, ഈ വചനം എനിക്ക് അറിയില്ല, मुझे ये वचन नहीं मालूम, എന്റെ കണ്ണുകൾ നീ തുറക്കണം. मेरी आंखें आप खोलना. നിന്റെ വചനം ആഹാരമാണ്, आपका वचन मेरा जो जीवन का भोजन है, എനിക്ക് ആത്മാവിൽ അത് കിട്ടണം. मुझे आत्मा में वो मिलना है. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ और ऐसे हम प्रार्थना करें. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:34 जब यूहन्ना का सुसमाचार 3 अध्याय का 34 वचन, यूहन्ना 3:34, क्योंकि जिसे परमेश्वर ने भेजा है वह परमेश्वर की बातें कहता है, क्योंकि वह आत्मा नाप नाप कर नहीं देता. നോക്കുക, ആത്മാവ് ദൈവം അയച്ചവൻ വചനം പറയുന്നു. जो जिस व्यक्ति को प्रभु ने भेजा वो प्रभु का बातें कहता है. ആ വചനം പറയാൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുകയാണ്. और वो वचन बोलने के लिए प्रभु उन्हें आत्मा बहुतायत से देता है. പക്ഷെ അവൻ ഗ്രഹിക്കാതെ എങ്ങനെ പറയും? परंतु वो अगर नहीं समझेगा तो कैसे बोलेगा? ഗ്രഹിക്കാതെ എങ്ങനെ അനുഭവമാകും? और वो जो नहीं समझेगा तो कैसे वो अनुभव करेगा? വചനം ഗ്രഹിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. वचन को समझने के लिए हमें आत्मा का सहायता चाहिए. നമ്മുടെ ബുദ്ധിയും കഴിവും ലോകകാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടേതായിരിക്കുന്ന സാമർഥ്യം എല്ലാം ക്രൂശിൽ അർപ്പിച്ചിട്ട്
ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നാം കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വചനം നമ്മളെ നമ്മളെ ജ്ഞാനിയാക്കും. हमें अपना खुद का या दुनिया का बुद्धि और ज्ञान सब हटा करके प्रभु में कुछ नहीं जानता, अब प्रभु को सहारा लेकर के प्रभु की सहायता मांगेगा तो पवित्र आत्मा में उन सारे बातों को समझाने के लिए कार्य करेगा. 2 തീമോഥെയോസ് 3:16 പറയുന്ന ഏത് മനുഷ്യൻ ആ തികഞ്ഞവനാക്കുന്നത് ആരാണ്? जब दूसरा तिमोथी 3 अध्याय का 16 और 17 वचन में हर एक मनुष्य को सिद्ध बनाने वाला कौन है? ആ തിരുവെഴുത്തിൽ പറയുന്നത് പോലെ സിസ്റ്റർ പഠോ. संपूर्ण पवित्र शास्त्र परमेश्वर की प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धर्म की शिक्षा के लिए लाभदायक है, ताकि परमेश्वर का जन सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ जब हम प्रभु का वचन पढ़ते हैं നമുക്ക് ജ്ഞാനം തന്നിട്ട് हमें ज्ञान देकर നമ്മളെ ശാസിക്കുന്നു, हमें धारणा देता है, നമ്മളെ പോഷിപ്പിക്കുന്നു, हमें पालन पोषण करता है, നമ്മളെ വളർത്തിയെടുക്കുന്നു. हमें बढ़ाता है. ആരോഗ്യപരമായ ഒരു ദേഹി, ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ദേഹി നമുക്കുളവാകുവാൻ പരിശുദ്ധാത്മ വചനത്തിലൂടെ നമ്മളെ സഹായിക്കുന്നു. एक बहुत सामर्थ्यशाली एक प्राण हमारे में होने के लिए पवित्र आत्मा हमें धारणा दे करके सिखाता है. അവിടെ നമ്മള് ഗായോസിന് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അങ്ങനെ പറയുകയാണ്, നിന്റെ പ്രാണൻ സുഖവും ഹെൽത്തിയുമായിരിക്കുന്നത്, ആരോഗ്യമായിരിക്കുന്നത് പോലെ. गायोस के बारे में लिखने के समय में बोलता है कि तुम्हारा प्राण बहुत सामर्थ्यशाली होता है, ऐसा लिखा है. നമ്മുടെ ദേഹി എങ്ങനെയുള്ളതായിരുന്നു നേരത്തെ? हमारा प्राण कैसे था पहले? യിരെമ്യാവിന്റെ പുസ്തകം പലരും അദ്ദേഹം വായിക്കുകയാണ്, ഹൃദയം എല്ലാത്തിനേക്കാളും മോശമാണ്. जब यिर्मयाह 17 अध्याय में पढ़ता है कि हृदय सबसे बिगड़ा हुआ है. എന്നാൽ എങ്ങനെയാണ് ഗായോസിന്റെ ഹൃദയം ഇപ്പോൾ നല്ലതായത്? परंतु गायोस का हृदय अभी कैसे अच्छा बना? ഗായോസിന്റെ ഹൃദയം, അവന്റെ പ്രാണൻ ഇപ്പോൾ ആരോഗ്യപരമാണ്, സുഖമാണ്. अभी उसकी प्राण बहुत सामर्थ्यशाली है, प्रभावशाली है. कैसा? ശിശു പടം 3 യോഹന്നാൻ. हे प्रिय, मेरी यह प्रार्थना है कि जिसे तू आत्मिक उन्नति कर रहा है वैसे ही तू सब बातों में उन्नति करे और भला चंगा रहे. അവിടെ ആ വാക്യം വന്നിട്ടില്ല. യോഹന്നാൻ 3 का 1 और 2 पढ़ो. मुझ प्राचीन की ओर से प्रिय गायुस के नाम, जिसे मैं सच्चा प्रेम रखता हूँ. ഓക്കെ, അവിടെ നമ്മൾ വായിക്കുന്നത് നിന്റെ പ്രാണൻ സകലത്തിലും സുഖമായിരിക്കുന്നു. അവിടെ മലയാളത്തിൽ ആത്മാവാണ്, ആത്മാവെന്നല്ല, നിന്റെ ഹൃദയം. वहाँ पर हम पढ़ता है कि मलयालम में आत्मा लिखा है, परंतु आत्मा नहीं, उनका प्राण है या उनका हृदय, उसके बारे में लिखा है कि हर एक बातों में वो कैसा होना एकदम सामर्थ पाए. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, यीशु मसीह का जो स्वर्गीय ज्ञान, അവന്റെ സന്തോഷം, उसकी आनंद, അവന്റെ സമാധാനം उसकी शांति, എല്ലാം ഒരു മനുഷ്യ ഹൃദയത്തിൽ വരുമ്പോൾ ये सब बातें एक मनुष्य के दिल में जब आता അത് है, കൊണ്ടെത്തിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. वो सारे बात को हमारे में लाता है पवित्र आत्मा. ആ ഹൃദയം നല്ല ഹൃദയമായി തീരും. वो हृदय अच्छा हृदय बन जाता है. വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, आपको मालूम है बीज बोने वालों के बारे में जब प्रभु बोलता है, 4 തരത്തിലുള്ള ഹൃദയം. वहाँ पर 4 प्रकार का हृदय. ഒന്ന് വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്, एक सड़क में बोया हुआ, അത് പക്ഷികൾ വന്ന് എടുത്തോണ്ട് പോകുന്നു, സാധാരണ കയറി ഇറങ്ങാം, വേലിയൊന്നുമില്ല. वो पक्षी आकर के उड़ा लेकर के शैतान आता जाता है, वहाँ पर कोई मतलब सीमा नहीं. മറ്റൊന്ന് പാറ, वहाँ दूसरे एक बात चट्टान, ആ വചനം കേൾക്കുന്നു, वो वचन सुनते हैं, പക്ഷെങ്കില് അല്പം പ്രയാസം വരുമ്പോൾ അവൻ ആ സന്തോഷം നഷ്ടപ്പെട്ട് ലോകത്തിലേക്ക് പോകും. परंतु थोड़ा कुछ तकलीफ आ गया तो उनका आनंद चला गया और वो दुनिया की ओर जाता है. മറ്റൊന്ന് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനം. और तीसरा हम देखते हैं कि झाड़ियों के बीच में बोया हुआ, വചനം കേൾക്കുന്നു, സന്തോഷമാണ്, वचन सुनते हैं, बहुत आनंद है. പക്ഷെ ലോകത്തിന്റെ ചിന്തയും മറ്റ് ധനലാഭവും ചിന്തിച്ചിട്ട് അവനെ വചനം ഞെക്കിക്കളയും. परंतु ये दुनिया का चिंता, धन की लोभ वो वचन को दबाता है. എന്നാൽ അവസാനം പറയുകയാണ്, परंतु आखिर में कहता है വചനം ഗ്രഹിക്കുന്ന ഹൃദയം. वचन को ग्रहण करने वाला दिल. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പരിശുദ്ധാത്മ സഹായത്തോടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുമ്പോൾ ആ ഹൃദയത്തിൽ ഫലമുളവാകുന്നു. അത് 30, 60, 100 മേനി വിളയുന്നു. जब प्रभु की उपस्थिति में घुटना टेक करके आत्मा की सहायता से वो वचन को ध्यान करता है तो उस व्यक्ति में 30 गुना, 60 गुना, 100 गुना होकर के फल लाता है. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് എങ്ങനെയൊക്കെ ആവശ്യമായിരുന്നു ആ തലത്തിലെല്ലാം നമുക്ക് അതിനേക്കാൾ അധികമായി നമുക്ക് ആവശ്യമാണ്. हम इस विषय पर
विचिंतन कर रहा था कि जैसा प्रभु यीशु मसीह में पवित्र आत्मा कार्य किया उसी प्रकार हमारा भी जीवन में पवित्र आत्मा कार्य करता है. നമ്മൾ ജഡത്തിൽ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. हमें अपने शरीर में कुछ लेकर आने की जरूरत नहीं. അപ്പൊ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന നല്ല കാര്യമല്ലേ? हम हे प्रभु करके प्रभु यीशु को पुकारना अच्छी बात है ना. എന്നാ കർത്താവ് തന്നെ പറയും എന്നെ നിങ്ങൾ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു ഒരു പ്രയോജനമില്ല. परंतु प्रभु यीशु मसीह खुद कहता है कि तुम मुझे हे प्रभु कहने से क्या फायदा. നിങ്ങൾ എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിളിക്കണം. क्योंकि तुम मुझे हे प्रभु करके कहता है तो वो पवित्र आत्मा में कहना चाहिए. 1 Corinthians 12:3 കൃപാവരത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. आपको मालूम है 1 कुरिन्थी 12 अध्याय में वरदानों के बारे में कहने के टाइम पर बोलता है तुम उस वरदानों के बारे में अज्ञान ना रहे. അവിടെ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. और उसका 12 अध्याय का 3रा वचन में इतना साफ बताया है कि यीशु को प्रभु करके पुकारना है तो उसमें आत्मा चाहिए करके क्लियर लिखा है. ആത്മസഹായം കൂടാതെ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാം, പക്ഷേ പ്രയോജനമില്ല. आत्मा का सहायता बिना भी हम बोल सकता है परंतु वो बोलने में हमें कोई लाभ नहीं. നമുക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കണം, हमें उस महान परमेश्वर को अब्बा पिता कहना है. പക്ഷെങ്കിൽ അതിനും പരിശുദ്ധാത്മ ആവശ്യമാണ്. उसके लिए भी हमें आत्मा का सहायता है, सहायता चाहिए. നമുക്കവിടെ വായിക്കുകയാണ് ഗലാത്യ ലേഖനം 4:6-7 വാക്യങ്ങളിൽ. जब हम गलातियों का पत्री 4 अध्याय का 6-7 वचन में हम पढ़ता है യേശു കർത്താവ് ഭൂമിയിൽ വെച്ച് മുട്ടുമടക്കി ഏതൊരു ആത്മാവിൽ ദൈവത്തെ പിതാവെന്ന് വിളിച്ചു അതേ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 4:6-7. जब हम प्रभु यीशु मसीह जब दुनिया में थे उस समय में जिस आत्मा में यीशु मसीह ने महान परमेश्वर को अब्बा पिता कहा वही आत्मा में हमें भी मतलब आत्मा उस आत्मा को दिया गया. जब गलातियों का पत्री 4 अध्याय का 5-6 वचन. ഈ കാണുന്നവരെല്ലാം കയറി പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? आज लोग जिसको भी देखता है उसको सबको अब्बा अब्बा कहता है. क्यों कहता है? ഒരു പിതാവേ ഉള്ളൂ. एक ही पिता है. ഒരാൾക്ക് ഒന്നിലധികം പിതാവ് ഉള്ളത് എത്ര മോശമായ കാര്യമാണ്. एक व्यक्ति के लिए एक से ज्यादा पिता होना कितना खराब बात है. കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്. प्रभु ने क्लियर समझाया एक ही तुम्हारा पिता है, അവൻ സ്വർഗസ്ഥൻ തന്നെ. वो स्वर्गीय पिता है. അവനെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ എന്ന രീതിയിൽ പിതാവെന്ന് വിളിച്ചപ്പോൾ അവനെ സഹായിച്ച അതേ ആത്മാവ്, ആ പുത്രത്വത്തിന്റെ അതേ ആത്മാവ് ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുകയാണ്. जब प्रभु यीशु मसीह मनुष्य बन करके जब दुनिया में आया, मनुष्य होकर के उस महान परमेश्वर को अब्बा पिता कहा, वही आत्मा को प्रभु ने हमें चेलों को भी दिया है. അവിടെ നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, കർത്താവ് നമ്മൾ നേരത്തെ വായിച്ചു, കർത്താവ് ആത്മാവിൽ സന്തോഷിച്ചു. हमने पहले भी पढ़ा था कि प्रभु यीशु मसीह आत्मा में आनंदित हुआ. നമ്മളും അങ്ങനെ തന്നെയാണ്. हम लोग भी ऐसे ही. നമ്മൾ റോമലേഖനം 14:17 എങ്ങനെയാണ് വായിക്കുന്നത്? हम लोग रोमियों का पत्री 14 अध्याय का 17 वचन में परमेश्वर के राज्य के बारे में जब हम पढ़ता है वहां पर हम क्या पढ़ते हैं? परमेश्वर का राज्य खाना पीना नहीं परंतु धर्म और मेल मिलाप और वह आनंद है जो पवित्र आत्मा से होता है. ആത്മാവിലല്ലാത്ത സന്തോഷമുണ്ട്. इसका मतलब आत्मा की बाहर भी आनंद है परंतु यहाँ पर जो आनंद है आत्मा से मिलने वाला आनंद है. അവിടെ മുടിയനായ പുത്രൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അവിടെ വീട്ടിൽ ഭയങ്കര സന്തോഷം. जब वो उड़ाऊ पुत्र जब घर में लौट आया तो घर में बड़ी आनंद. പിതാവ് പറഞ്ഞു ഘടിപ്പിച്ച കാളയെ അറുത്തു. और पिता ने कहा कहने के अनुसार उन्होंने वो तगड़ा उस बछड़े को पालन पोषण किया, वो बछड़े को काटा. അവിടെ വാദ്യഘോഷം, और वहां पर बड़े ललकार, വളരെ ആനന്ദത്തിന്റെ അനുഭവം. बड़े आनंद का मौसम. അപ്പോൾ മൂത്ത പുത്രൻ വെളിയിൽ നിന്ന് വന്നപ്പോൾ परंतु उस बड़ा पुत्र जब बाहर से आया, ഇവിടെ എന്താണ് അസാധാരണ ഒരു സന്തോഷം? अभी ये घर में क्या बात है, आज बहुत हलचल हो रहा है. അപ്പം വേലക്കാരൻ പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ വന്നു, അതിന്റെ സന്തോഷമാണ്. तब नौकर ने बोला तुम्हारा छोटा भाई लौट आया है, उसकी आनंद है. അവൻ വീട്ടിൽ കയറിയില്ല, അവനത് ദുഃഖമായി. वो बड़ा बेटा घर में आया नहीं, प्रवेश नहीं किया, वो बाहर खड़ा है, उसको दुख हो गया. അവന്റെ अപ്പൻ സന്തോഷിക്കുകയാണ്. उसका पिता आनंदित है, എന്റെ മകൻ മരിച്ചവനായിരുന്നു, मेरा बेटा मर गया था, ഇതവൻ ജീവിക്കുന്നു. अभी देखो वापस जिंदा हो गया. എന്റെ മകൻ കാണാതെ പോയി, एक हो गया था, അവനെ കണ്ടു കിട്ടി. अभी मिल गया. ആയതുകൊണ്ട് നമ്മളെല്ലാം സന്തോഷിക്കണം. इसलिए हम सब लोग आनंदित होना चाहिए. പക്ഷേ മറ്റേ സഹോദരൻ എന്താണ്, ആത്മാസഹായം ഇല്ലാത്തവൻ പറയാണ്, जब वो बड़ा बेटा जब वो आत्मा का सहायता नहीं हो पाता है, എന്റെ അപ്പൻ ഒരിക്കൽ പോലും എന്റെ കൂട്ടുകാരോടുകൂടെ എനിക്ക് സന്തോഷിക്കാൻ ഒരു ആടിനെ തന്നിട്ടില്ല. मेरा पिता मेरे दोस्तों के साथ खुशी मनाने के लिए एक बकरी को भी नहीं दिया. ഈ പിതാവ് ലോക സന്തോഷത്തിലേക്ക് നമ്മളെ അനുവദിക്കില്ല. ये
पिता कभी भी दुनिया का खुशियों में हमें जाने नहीं देगा, എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുന്ന പ്രിയമുള്ളവരെ സ്വർഗം ഇറങ്ങി വരികയാണ്. परंतु जब आत्मा में आनंद बनाता है तो उस व्यक्ति में स्वर्ग उतर आता है. നാം മുട്ടിന്മേൽ നിന്ന് ദൈവവുമായി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഒന്ന് വെളിപ്പെടുത്തുമ്പോൾ ഈ പിതാവിന്റെ നിയർനെസ്, ഞാൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ആ നിറവ് കൊണ്ട് നിറഞ്ഞ് നമുക്ക് മുകളിലും നമുക്ക് വശത്തും നമുക്ക് താഴെയും എല്ലാം ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷം അതേ സ്വർഗം ഇറങ്ങി വന്നതുപോലുള്ള അനുഭവമാണ്. घुटने में होकर के जब प्रार्थना करता है तो उस व्यक्ति को मिलने वाला अनुभव वो स्वर्ग उतर करके आया हुआ वो स्वर्गीय आनंद का महान अनुभव है. നമ്മൾ തിരുവചനം കേൾക്കുമ്പോൾ തന്നെ ആ സന്തോഷം ആത്മാവിലാണെങ്കിലുണ്ട്. जब वो प्रभु का वचन जब सुनता है तो आत्मा में रहेगा तो वो सेम आनंद हमारे अंदर रहेगा. നമ്മൾ 1:6 വായിക്കുകയാണ്. जब पहला थिस्सलुनीकियों पहला अध्याय का 6 वचन में थिस्सलुनीके मंडली वचन सुनने के समय में उनके अनुभव कैसे था हम पढ़ता है. അവർ വളരെ കഷ്ടത്തിലാണ്. वो लोग बहुत कष्ट में थे. പക്ഷേ കഷ്ടം സിസ്റ്റർ ഈ പടം एक अच्छे तुम बड़े क्लेश में पवित्र आत्मा के आनंद के साथ वचन को मानकर हमारी और प्रभु किसी चाल चलने लगे. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സന്തോഷം കൊണ്ട് കഷ്ടത്തിലും വചനം പഠിക്കും. आप देखिए यहाँ पर उन कष्टों में भी आत्मा के आनंद में उन्होंने वचन को सुना. അപ്പൊ ഏത് കഷ്ടം വന്നാലും സന്തോഷിക്കാനുള്ള അവസരം ഹോളി സ്പിരിറ്റ് നമുക്ക് നൽകി തരുന്നു. कोई भी अवस्था में कोई भी कष्ट के बीच में भी क्यों ना हो पर उस कष्ट के बीच में भी आनंदित होने के लिए पवित्र आत्मा में मदद करता है. നമ്മൾ പെട്ടെന്ന് ചുരുക്കുകയാണ്. हम बहुत जल्दी अभी हमारे उसको क्लोज करना चाहते हैं. നമ്മൾ എഫെസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16 നമ്മുടെ അകത്തെ മനുഷ്യനെ അവൻ ശക്തിപ്പെടുത്തുന്നു. हम एफेसियों 3:16 में हम देखते हैं कि हमारा भीतरी मनुष्यत्व में हमें वो सामर्थ्य देता है. പിന്നെ കർത്താവ് ആത്മാവിൽ ബലപ്പെട്ട് നമ്മൾ വായിച്ചു. और हमने पढ़ा प्रभु आत्मा में बल पाते गया. നമ്മള് അവൻ നമ്മളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുക. നമ്മൾ സ്റ്റീഫനെ നമ്മള് स्तेफानोस के जीवन में हमने പഠിച്ചു. स्तेफानोस के जीवन से हमने देखा है कि वो आत्मा से परिपूर्ण होते गया. പിന്നെ 2 കൊരിന്ത്യർ 3:6 അവൻ ഞങ്ങളെ ആത്മാവിന് സുശേഷന്മാരാക്കി. और दूसरा कोरिन्थी 3:6 में हम देखते हैं कि वो हमें आत्मा का सेवक बनाया. ആ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ അവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. जो यीशु मसीह को मृतकों से जिलाने वाला आत्मा तुम में रहता है तो तुम्हारा भी उस मरणाधार शरीर को जिलाएगा करके हमने देखा. കർത്താവ് കാഹളം ധരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ ഒരു ശരീരത്തിൽ മാറ്റവും വരുത്തില്ല. जब प्रभु यीशु मसीह के जब आगमन में जब ललकार होगा जिसने नया जन्म नहीं पाया आत्मा नहीं पाया उसको कुछ फर्क नहीं पड़ेगा. 1 കൊരിന്ത്യർ 6:14 കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. पहला कोरिन्थी 6 अध्याय का 14 वचन पढ़ करके समाप्त करेंगे. परमेश्वर ने अपनी सामर्थ्य से प्रभु को जिलाया और हमें भी जिलाएगा. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുനരുദ്ധാന ശരീരം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. प्रियो हम लोग जो पुनरुत्थान का शरीर पाएगा आत्मा के द्वारा. അപ്പം പരിശുദ്ധാത്മാവിനെ ഒഴിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? आत्मा को बिना हमारे जीवन में कोई बात है क्या? പ്രിയമുള്ളവരെ നമുക്ക് നിറയാം. हम आत्मा में भर जाए. കാരണം എന്താണ് നമ്മുടെ ശിരസായുവിനിൽ എല്ലാ നിറവും ഉണ്ട്. क्योंकि हमारा जो सिर मंडली का सिर प्रभु यीशु मसीह है उसमें सारी परिपूर्णता है. കർത്താവേ നീ ആത്മാവിന് നിറവുള്ളവനാണ്. हे प्रभु आप आत्मा की परिपूर्णता पाया व्यक्ति. നിന്റെ ആത്മാവിലാണ് എന്നെ നീയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. आपके आत्मा के द्वारा आपने अपने साथ मुझे मिलाया. എന്നെ നിന്റെ ആത്മാവിൽ നിറയ്ക്കണം. इसलिए मुझको भी उस आत्मा में भर दे ऐसा एक बिंदी. ആത്മാവിൽ നിറവീൻ. वचन कहता है आत्मा में परिपूर्ण हो जाओ. ആത്മാവ് സമൃദ്ധിയായിട്ടുള്ളവൻ ഇല്ലാത്തവൻ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? आत्मा जिसके पास भरपूर है जिसके पास नहीं है वो मांगने से देना पड़ेगा ना. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടുള്ളവൻ ഒന്നും ഇല്ലാത്തവൻ കൊടുക്കട്ടെന്ന്. प्रभु ने खुद कहा है कि जिसके पास 2 है जिसके पास 1 भी नहीं उसको दो. എത്ര തന്നാലും തീർന്നു പോകാത്ത ആത്മാവിന്റെ നിറവ് ക്രിസ്തുവിലാണ്. इतना भी देने के बावजूद भी वो आत्मा का भरपूरी प्रभु यीशु मसीह में है. അത് തരാൻ സന്മനസ്സുള്ളവനാണ്. और प्रभु को देने के लिए तैयारी मन है. ഇത്ര കൃപാലുവായ ക്രിസ്തു പരിശുദ്ധാത്മാവിനെ തരാൻ മനസ്സുള്ളപ്പോൾ നമ്മൾ മനസ്സില്ലാതെ അഴുത്ത് നടക്കുന്നത് നമ്മളെ യോബിനെ നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് കയ്യിനെ കുറിച്ച് പറയുന്നത് നീ ഉഴലുന്നവനാകും. കാര്യം എന്താണ്? ആത്മാവിന്റെ സഹായമില്ല. इतना अनुग्रहकारी प्रभु जिसको भी मांगने से देने के लिए तैयार है परंतु अगर हम ना चाहते हुए उस काइन की जैसा वो इधर उधर मतलब घूमते रहने वाला मतलब भड़कने वाला ना बने. നമ്മൾ നേരത്തെ വായിച്ച എല്ലാ അനുഗ്രഹവും സഹായവും ജ്ഞാനവും എല്ലാം കിട്ടുന്നത് ആത്മനിറവിലാണ്. हमने जो पहले पढ़ा वो सारी आशीष सारी भरपूरी सब कुछ हमें आत्मा के द्वारा आत्मा की परिपूर्णता से मिलता है. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. इसलिए प्रभु सबको बहुत आशीष दे. प्रभु का धन्यवाद. कल रात को भी संदेश मिला ना. देखो कितना सुंदर बात है. आप खा करके सोएंगे सोचा परंतु प्रभु बोलता है सो मत और खाओ. प्रभु क्या करता है? प्रभु भरपूर देता है. प्रियो
मंडली कितना धन्य है, प्रभु कितना प्यार करता है। प्रभु देता है तो मांगने से बढ़ कर देता है, दिया है ना। और मैं आशा करता हूँ सबको बताओ, सब लोगों को ये जानने दो, हमेशा हमें आत्मा की परिपूर्णता में जीकर हमें मसीह के जैसा चाल चलना है। मसीह के पीछे चलने के लिए आत्मा का परिपूर्णता चाहिए, है ना। आत्मा में जो चलता है वही परमेश्वर का जन है। इसलिए आत्मा का परिपूर्णता में जीकर इसीलिए आने वाला प्रभु यीशु मसीह को स्वीकारने की तैयारी में रहने के लिए ये सारे वचनों के द्वारा प्रभु सबको मदद करे। वचन इसके द्वारा आया, प्रभु दास को भी प्रभु में धन्यवाद। आप सबने ध्यान से सुना, आप सबको धन्यवाद। प्रभु आप सबको बहुत आशीष दे। प्रभु का निग्रह आप सबके साथ। Praise the Lord. Thank you.